കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വചനം ജഡമായി തീർന്ന ആ കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ഇന്ന് നമ്മളുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിനെ തന്നെ വിശ്വാസ കണ്ണുകളാൽ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തില് ആയിരിക്കും തക്കവണ്ണം ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളൂ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ യോഗ്യരായി കണ്ടുവല്ലോ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയല്ലോ. കർത്താവെ, അവിടുത്തെ മുമ്പാകെ ഞങ്ങള് വീണ് വണങ്ങുന്നു, സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കർത്താവെ, അവിടുത്തെ തേജസ്സിന് മുമ്പാകെ ആർക്ക് നിൽക്കാൻ സാധിക്കും? കർത്താവെ, അവിടുത്തെ മറുപടി ചാരിയ യോഹന്നാൻ അപ്പോസ്തലൻ വരെ കർത്താവെ അവിടുത്തെ മുമ്പാകെ മരിച്ചവനെന്ന പോലെ വീണുപോയല്ലോ. കർത്താവെ, അവിടുത്തെ സർവശക്തനായ ദൈവം, സർവത്തെ സൃഷ്ടിച്ചവൻ, കർത്താവെ വാക്കിനാലെല്ലാം ഉരുവാക്കിയ സർവശക്തനായ ദൈവം, കർത്താവെ അവിടുത്തെ മുമ്പാകെ ഞങ്ങള് വീണു വണങ്ങുന്നു, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും കർത്താവ് ജീവനുള്ള യാഗമായിട്ട് ഞങ്ങളെ തന്നെ അങ്ങ് പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, അവിടുത്തെ സ്നേഹത്താൽ അളവില്ലാതെ ഞങ്ങളെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ അളവില്ലാതെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭൂമി പാഴും ശൂന്യമായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവെ ആ പാഴും ശൂന്യവും ഇരുള് വ്യാപിച്ചതുമായിട്ടുള്ള ആ ഭൂമിയുടെ മേൽ വ്യാപരിച്ച് ആ ഭൂമിയെ അത് കർത്താവെ പൂർണ്ണമാക്കി തീർത്തതുപോലെ, കർത്താവെ അത് വെളിച്ചമുള്ളതാക്കി തീർത്തതുപോലെ, കർത്താവെ അതിനെ അന്തസത്വമുള്ളതാക്കി കർത്താവെ ആ എംറ്റിനെസ്സില്, കർത്താവെ ആ ശൂന്യതയില് നിറവ് അവിടുന്ന് തന്നതുപോലെ, കർത്താവെ ആ ഫ്യൂട്ടിലായിരുന്നിടത്ത് ഒരു ഫ്രൂട്ട്ഫുൾനെസ്, കർത്താവെ അവിടെ ഒരു ഫലവത്തായിട്ട് ഉഷരമായിരുന്നതിനെ ഫലപുഷ്ടമാക്കി തീർത്തതുപോലെ, കർത്താവ് ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേല് എല്ലാം വളരെ നല്ലതെന്ന് അവിടത്തേക്ക് പറയാൻ തക്കവണ്ണം കർത്താവെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ കർത്താവെ ഞങ്ങളുടെ മേല് വ്യാപരിക്കണം, ഞങ്ങളുടെ ഉള്ളത്തിൽ വ്യാപരിക്കണം, ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണം. ഞങ്ങൾക്ക് യേശുവിനെ അധികം അറിയുന്നവരാക്കി കർത്താവെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അധികം സ്നേഹിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവെ അധികം പരസ്പരം സ്നേഹിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് വളരണം, ഞങ്ങൾ കുറയണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. യോഹന്നാൻ 19 അധ്യായം നമുക്കറിയാം. കർത്താവ് അവിടെ പിലാത്തോസിന് മുമ്പായിട്ട് നിൽക്കുന്ന ഒരു അവസരമാണ്. കർത്താവിന്റെ ട്രയൽ, കർത്താവിന്റെ ആ ഒരു ക്രോസ് വിസ്താരം, അല്ലെങ്കിൽ കർത്താവിന്റെ ആ വിധി വിസ്താരം ഏറ്റവും അന്യായം നിറഞ്ഞ ഒരു വിസ്താരമായിരുന്നു. ലോക ചരിത്രത്തിൽ ഇത്രയും അന്യായം നിറഞ്ഞൊരു വിസ്താരം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒരു തെറ്റും ചെയ്യാത്തവനെ, പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവനെ മരണശിക്ഷയ്ക്ക് യോഗ്യനാക്കുവാൻ തക്കവണ്ണം, മരണശിക്ഷ വിധിക്കുവാൻ തക്കവണ്ണം അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും അവര് റോമൻ ഗവർണറായിട്ടുള്ള പോന്തിയോസ് പിലാത്തോസിന്റെ അടുക്കിലേക്ക് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഇവനെ ക്രൂശിക്കണം, ഇവന് ദൈവദൂഷണം പറഞ്ഞു, ഇവന് കൈസറിനെതിരെ പറഞ്ഞു, റോമൻ ചക്രവർത്തിക്കെതിരെ പറഞ്ഞു എന്നൊക്കെയുള്ള വളരെ തെറ്റായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. പോന്തിയോസ് പിലാത്തോസിന് കർത്താവിനെ എങ്ങനെങ്കിലും കുറ്റവിമുക്തനാക്കണമെന്ന് പിലാത്തോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിലാത്തോസ് അങ്ങനെ പലതവണ ശ്രമിക്കുന്നതായിട്ട്, പിലാത്തോസ് ഒരു 5 തവണയെങ്കിലും യേശുവിനെ ഒന്ന് കുറ്റവിമുക്തനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടൊക്കെ നമ്മള് സുവിശേഷങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ യോഹന്നാൻ 19:5 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. നമ്മൾ ലൂക്കോസ് 23 4 വാക്യം ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഈ അവസാനം യേശുവിനെ മരണശിക്ഷയ്ക്കായിട്ട് ക്രൂശ് മരണത്തിനായിട്ട് വിധിക്കുന്ന പിലാത്തോസ് ഈ യേശുവിനെ കുറിച്ച് തന്നെ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ നമ്മള് വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. ലൂക്കോസ് 23 വാക്യത്തില് പിലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ മനുഷ്യൻ കുറ്റം ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ 4 വാക്യം, ലൂക്കോസ് 23 വാക്യം. പിന്നെ താഴോട്ട് വരുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഇവരാണെങ്കിൽ ഒരു തരത്തിൽ വിടുന്നില്ല, എങ്ങനെങ്കിലും ഇവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് അവര് അതിന്റെ 5 വാക്യം വായിക്കുവാണെങ്കിൽ അതിന് അവൻ ഗലീലയിൽ തുടങ്ങി. അവരുടെ വാപിഴവ് എന്നാണ്, അവര് ഗലീലക്കാരനാണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ യഹൂദിയയിൽ വന്ന് യേശുവിനെ വിസ്തരിക്കാന് പിലാത്തോസിന്റെ അടുക്ക് കൊണ്ടുവരുന്നത്. അപ്പം അവരുടെ ഒരു വാപിഴവ് കാരണം അവര് പെട്ടെന്ന് പറഞ്ഞുപോയി, ഇവൻ ഗലീലയിൽ തുടങ്ങി യഹൂദിയയിൽ എങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ചു. അതായത് ഇസ്രയേലിന്റെ മാപ്പ് നമ്മൾ നോക്കുമ്പം വടക്കൻ ഇസ്രയേലുണ്ട്, തെക്കൻ ഇസ്രയേലുണ്ട്. വടക്കേ ഇസ്രയേലാണ് ഗലീലിയ പ്രദേശം. പിന്നെ ശമരിയ വരുന്നു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് തെക്കോട്ട് വരുമ്പോഴാണ് യഹൂദിയ, അവിടാണ്
യെരുശലേം ക്യാപിറ്റൽ. അപ്പൊ ഞാൻ എടുത്ത് ജോജി ബ്രദറിന്റെ ഒരു മെസ്സേജ് ഈ ഒരു കോണ്ടെക്സ്റ്റിലല്ല, പക്ഷേ ബ്രദർ അത് നമ്മുടെ കേരളത്തിന്റെ ഭൂപടത്തോട് കമ്പയർ ചെയ്ത് പറയുന്ന ഒരു കാര്യം ഞാനിങ്ങനെ കേട്ടു. അതായത് നമ്മുടെ പണ്ട് പണ്ട് കേരളം ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളായിട്ട് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, അങ്ങനെ 3 രാജ്യങ്ങളായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേറെ അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നത് കിട്ടും. അപ്പൊ മലബാർ എന്ന് പറയുന്നത് നമ്മള് യഹൂദിയോട് അല്ല സോറി ഗലീലിയോട് സമർപ്പിക്കുക. ഗലീലിയിലാണ് നസ്രയത്തും കാനായും എല്ലാം വരുന്നത്. അവിടെ കർത്താവ് ബത്ലഹേമിൽ, യഹൂദിയിലുള്ള ബത്ലഹേമിൽ ജനിച്ചെങ്കിലും ഗലീലയിലുള്ള നസ്രയത്തിലാണ് കർത്താവ് വളർന്നത്, കാനായിൽ അത്ഭുതങ്ങൾ ചെയ്തതും ഗലീലയിലാണ് കർത്താവിന്റെ ശുശ്രൂഷയുടെ പല ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ഗലീല നമ്മുടെ മലബാർ പ്രദേശത്തോട് കമ്പയർ ചെയ്യുവാണെങ്കിൽ, പിന്നെ കൊച്ചി നടുക്കുള്ളത് ശമരിയ, അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് തിരുവിതാംകൂറിന് സമമായിട്ട് നമുക്ക് മലയാളികൾക്ക് നോക്കാൻ എളുപ്പത്തിന് തിരുവിതാംകൂർക്ക് സമമായിട്ട് യഹൂദിയിലാണ്. ഇപ്പൊ തിരുവിതാംകൂറാണ് തിരുവനന്തപുരം തലസ്ഥാനമായിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ യഹൂദിയിലായിരുന്നു യെരുശലേം തലസ്ഥാനമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പറയുന്നില്ല. അപ്പം അപ്പൊ ഈ ശമരിയക്കാര് അസ്പൃശ്യരായിരുന്നതുകൊണ്ട് അവര് ഈ ഇപ്പം മലബാറിൽ നിന്ന് തിരുവനന്തപുരം വരാൻ വേണ്ടി കൊച്ചി ടച്ച് ചെയ്യാതെ ആരെങ്കിലും വരാൻ നോക്കി ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന പോലായിരുന്നു അവര് ശമരിയെ ടച്ച് ചെയ്യാതൊക്കെ ഗലീലിൽ നിന്ന് യെരുശലേമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ശമരിയെ ടച്ച് ചെയ്യാതൊക്കെ വരാൻ നോക്കിയിരുന്നു. പക്ഷെ എന്നാൽ കർത്താവ് വളരെ വളരെ നിഷ്ഠയോടെ ശമരിയെ ടച്ച് ചെയ്ത് തന്നെ വരികയും ആ ശമരിയിലുള്ള പലരെയും വീണ്ടെടുക്കുകയൊക്കെ ചെയ്ത കാര്യമൊക്കെ നമ്മൾ ശമരിയ സ്ത്രീയുടെ ഉദാഹരണമൊക്കെ നമ്മൾ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ഞാനത് പാസിംഗ് പറഞ്ഞപ്പം അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ ഒരു 5-ാമത്തെ വാക്യത്തില് നമ്മളിപ്പോ എന്താ വായിച്ചേ, അവൻ ഗലീലിയ തുടങ്ങി യഹൂദിയിൽ എങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ചു. അതായത് ഫ്രം നോർത്ത് ടു സൗത്ത്, അവിടുന്ന് വടക്ക് തുടങ്ങി അങ്ങ് തെക്ക് വരെ എല്ലായിടത്തും ഇങ്ങനെ പഠിപ്പിച്ച് എല്ലാവരും ജനത്തെയൊക്കെ കലഹിപ്പിക്കുക. അതാ പറയുന്നത് ലൂക്കോസ് 23-ന്റെ 5-ാമത്തെ വാക്യം, യഹൂദിയിൽ എങ്ങും ഇവിടത്തോളം പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നു എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പിലാത്തോസ് ചോദിച്ചു. അപ്പൊ ഗലീലയെ തുടങ്ങി പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ ഗലീലക്കാരനല്ലേ? അപ്പൊ അവരത് മറച്ചു വെച്ചു. അപ്പൊ ഗലീലക്കാരനാകുമ്പോൾ ഗലീലിയയുടെ ആ ഗവൺമെന്റ്, ഗലീലിയയുടെ ഭരണം ഉള്ള ഗലീലിയയുടെ ആ പ്രദേശത്ത് പിലാത്തോസിന് അധികാരമില്ല. പിലാത്തോസ് ഇവിടെ യഹൂദിയയുടെ ഭരണ ചുമതലയൊക്കെയാണ് റോമൻ ഗവർണറായിട്ടിരിക്കുന്നത്. അവിടെ റോമൻ ഗവർണറായിട്ട് ഹെരോദാവ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഗലീലിയക്കാരൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പിലാത്തോസിനാണെങ്കിൽ യേശുവിനെ കുറ്റം വിധിക്കാന് പിലാത്തോസിനും മനസ്സില്ല. അപ്പം എങ്ങനെങ്കിലും പിലാത്തോസിനെ അങ്ങ് കൈ കഴുകണം. അപ്പം പിലാത്തോസ് എന്ത് ചെയ്തു? അവൻ ഗലീലക്കാരനോ എന്ന് പിലാത്തോസ് അവരോട് ചോദിച്ചു. 6-ാമത്തെ വാക്യം, അപ്പൊ ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്ന് അറിഞ്ഞിട്ട്, അപ്പൊ ഇത് ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്ന് അറിഞ്ഞിട്ട് അന്ന് യെരുശലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്ക് അവനെ അയച്ചു. അന്ന് ഇപ്പൊ ഗലീല വരെ ഇനിയിപ്പോ പോകണ്ട ഹെരോദാവിനെ കാണാന്. ഇപ്പം പെസഹ ഒക്കെ ആയതുകൊണ്ട് യഹൂദന്മാരെല്ലാം ഇവിടെ കൂടി വരുന്ന സമയം ആയതുകൊണ്ട് ഹെരോദാവ് ഇവിടെ യെരുശലേമിൽ വന്നിട്ടുണ്ട്. അപ്പൊ യെരുശലേമിൽ ഈ പിലാത്തോസിന്റെ യേശുവിനെ ആ രാത്രിയിൽ അധികം നടക്കേണ്ടി വന്നിട്ടില്ലായിരിക്കും എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. പിലാത്തോസും ഹെരോദാവും ഒക്കെ ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ വന്ന് താമസിക്കുന്ന ഒരു സമയമാണ് ഈ പെസഹ നടക്കുന്ന ഈ ഒരു പെരുന്നാളിന്റെ സമയം. അപ്പം യെരുശലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കൽ അവനെ അയച്ചു. 7-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് 8-ാമത്തെ വാക്യത്തിൽ ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നതായിരിക്കും. ഞാൻ പിലാത്തോസിന്റെ 5 അറ്റംപ്റ്റിലേക്ക് വരാം. അപ്പൊ ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. പക്ഷെ അതൊരു നല്ല ആഗ്രഹത്തോടെ ഇച്ഛിച്ചതല്ല, മറിച്ച് യോഹന്നാൻ സ്നാപകനെയൊക്കെ ശിരച്ഛേദം ചെയ്യുകയും വളരെ ക്രൂരകൃത്യങ്ങളും അതുപോലൊക്കെയുള്ള ആ ഒരു ഹെരോദാവ്, നമ്മൾ പല ഹെരോദാവ് എന്നുള്ള ആ ഇത് 4 പേരെ കുറിച്ചെങ്കിലും അങ്ങനെയുള്ള ആ ഒരു 4 ആൾക്കാരെ കുറിച്ചൊക്കെ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ വേറൊരു ഹെരോദാവിനെ നമ്മൾ കാണുന്നത്, ആ ഒരു ഹെരോദാവിന്റെ മരണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല നമ്മൾ മത്തായി 2-ാം അധ്യായത്തിൽ വേറൊരു ഹെരോദാവ് രാജാവിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഈ ഹെരോദാവ് വളരെ കാലമായി ഇച്ഛിച്ചു, അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു. അപ്പൊ ഏറിയൊന്ന് ചോദിച്ചിട്ടും അതായത് ഹി ക്വസ്റ്റ്യൻ ഹിം അറ്റ് ലെങ്ത്, ഒരുപാട് നേരം കർത്താവിനോട് ചോദിച്ചു. എന്നിട്ട് അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. അപ്പൊ കർത്താവിന് ചിലരോട്, പിലാത്തോസിനോട് ചില കാര്യങ്ങൾ കർത്താവ് ഉത്തരം പറയുന്നു, ചില കാര്യങ്ങൾ മൗനമായിട്ടിരുന്നു. ഹെരോദാവിനോട് കർത്താവ് ഉത്തരവൊന്നും പറയുന്നില്ല. മഹാപുരോഹിതന്മാര് കയ്യഫാവൊക്കെ ചോദിക്കുമ്പം ആദ്യമൊന്നും കർത്താവ് ഉത്തരം പറയാതിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് യെസ് ഓർ നോ ചോദിച്ചപ്പോഴത്തേക്കും വളരെ ഒരു ലെങ്തി ആൻസർ തന്നെ, ഒരു എസ് എ ക്വസ്റ്റ്യൻ മാതിരി കർത്താവ് വിസ്തരിച്ച് പറയുന്നു. അപ്പൊ ആ ഒരു കർത്താവ് പരിശുദ്ധാത്മാവിനാല് നയിക്കപ്പെട്ട് ഓരോ സമയത്തും എന്ത് പറയണം, എന്ത് പറയാതിരിക്കണം, എത്ര പറയണം എന്നുള്ളതെല്ലാം
ആ ഒരു പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവായിട്ടുള്ള പരിശുദ്ധാത്മാവ് യേശുവിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഹെരോദാവിനോട് ഉത്തരവൊന്നും പറയാൻ, ഹെരോദാവിന് യഥാർത്ഥത്തില് അവന്റെ ഹൃദയം ദൈവത്തോട് അത്രമാത്രം കഠിനപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് അവനോട് ഉത്തരവൊന്നും പറയാനും യേശുവിനൊരു ഹൃദയത്തിലൊരു ഫ്രീഡം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് യേശു ഉത്തരവൊന്നും പറഞ്ഞില്ല. സംസാരിക്കാൻ ഒരു കാലം, മിണ്ടാതിരിക്കാൻ ഒരു കാലം എന്നൊക്കെ നമ്മൾ സഭാപ്രസംഗി 3-ാം അധ്യായത്തിൽ വായിക്കുന്നവരെ ദർ ഇസ് എ ടൈം ടു ബി സൈലന്റ്, ദർ ഇസ് എ ടൈം ടു സ്പീക്ക്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ആരോട് എങ്ങനെ എപ്പോൾ സംസാരിക്കണം, എത്ര സംസാരിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് ദൈവം നമ്മുടെ ഹൃദയത്തിൽ, നമ്മൾ ഒരു നല്ല മനസാക്ഷിയോടെ വിധേയത്വത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മളായിരിക്കുമ്പോൾ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും നമ്മൾ റോമറിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ചിന്ത, പരിശുദ്ധാത്മാവ് നമ്മളുടെ മനസ്സിനെ ഗൈഡ് ചെയ്യുമ്പോൾ ആ ഡയറക്ഷനിൽ ഒരു ജീവനും സമാധാനം ഉണ്ടായിരിക്കും. അപ്പോ അതിനനുസരിച്ച് നമ്മള് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മൾ സംസാരിക്കാനും എത്ര സംസാരിക്കണമെന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും മിണ്ടാതിരിക്കാനോ, ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിക്കാനോ, ചിലപ്പോൾ ഒന്നും മിണ്ടാതിരിക്കാനോ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് അങ്ങനെ നമ്മൾ ആ ഒരു കർത്താവിനെ നമുക്ക് മാതൃകയാക്കാൻ ഒക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എസ്പെഷ്യലി നമുക്ക് എതിരായിട്ട് പല ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ, അതായത് ഇപ്പൊ ഞാനും സ്ത്രീയിലേക്ക് ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരാണ്. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഇതുപോലെ ക്രോസ് വിസ്താരം അവര്, നീ അങ്ങനെ അവിടെ പോയി മുങ്ങിയോ, ആരാ നിന്നെ മതം മാറ്റിയത്, ആരാണ് നിന്നെ അവിടെ കൊണ്ടുപോയത്, നീ എന്ത് ചെയ്തു, അതാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും മിണ്ടാതിരിക്കണം, ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചൊരു ഉത്തരം കൊടുക്കണം, ചില കാര്യങ്ങളിൽ കുറച്ചുകൂടെ അവർക്ക് അവര് ദൈവം തരുന്ന ഒരു ഫ്രീഡം അനുസരിച്ച് നമ്മൾ ഇതേ ഇപ്പൊ ലൂക്കോസ് 23-ലുണ്ടല്ലോ, ഇതിന്റെ തൊട്ട് മുമ്പ് 21-ാം അധ്യായത്തില് കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. 21-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളുടെ 2-3 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടായിരുന്നു. എന്താ, ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ആകെ പ്രതിവാദിക്കുവാൻ മുമ്പ് കൂട്ട് വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുവിൻ. അതിന്റെ 21-15 നിങ്ങളുടെ എതിരികൾ ആർക്കും ചെറുക്കുവാനോ എതിര് പറയുവാനോ കഴിയാത്ത നാവും, അതായത് വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. അതുപോലുള്ള എന്ത് വാക്കുകൾ ഉപയോഗിക്കണം, അതിന്റെ കണ്ടന്റ് എന്തായിരിക്കണം, ഏത് വേർഡ്സ് ഉപയോഗിക്കണം, എന്താണ് പറയുന്നതിന്റെ കണ്ടന്റ്, വാക്കും ജ്ഞാനവും ഒക്കെ, അട്രൻസ് ആൻഡ് വിസ്റ്റം ഒക്കെ ഞാൻ തരും. പരിശുദ്ധാത്മാവിനോട് നമ്മൾ കണക്റ്റഡ് ആയിരുന്ന ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ഫാദർ ഹു ഈസ് സ്പീക്കിംഗ്. ഇതേ കോണ്ടെക്സ്റ്റ് തന്നെ കർത്താവ് മത്തായി 10-30 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു യേശു ഇതെല്ലാം ഉപദേശിക്കുക മാത്രമല്ല, കർത്താവിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു. കർത്താവിന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ ആരോട് എങ്ങനെ ഉത്തരം പറയണം എന്നുള്ള കാര്യം, പിലാത്തോസിനോട് എന്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൻ്റെതല്ല എന്നുള്ള പല കാര്യങ്ങളും ഒക്കെ പറയുന്നതും ചില കാര്യങ്ങൾ പിലാത്തോസിനോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഹെരോദാവിനോട് ഒന്നും കർത്താവ് മിണ്ടുന്നില്ല. അതാ നമ്മളോട് വായിക്കുന്നത്. ഈ ഹെരോദാവിനെ കുറിച്ച് തന്നെ ആ കുറുക്കലിനൊക്കെ കർത്താവ് പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മള് സുവിശേഷങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം 10-ാമത്തെ വാക്യത്തിൽ മഹാപുരോഹിതന്മാരെ ശാസ്ത്രന്മാരെ കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. ഹെരോദാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പിലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. അപ്പം പരിഹസിക്കാൻ വേണ്ടി ഒരു ഗോർജിയസ് റോബ്, ഒരു ശുഭ്രവസ്ത്രം, ഒരു ലാംബ്രോസ്, ഒരു ട്രാൻസ്പെറന്റ് എന്നോ ക്ലിയർ എന്നോ ബ്രില്യന്റ് എന്നോ ഷൈനിങ് എന്നോ ഒക്കെ പല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ലാംബ്രോസ് എന്ന് പറഞ്ഞൊരു ലാംബ്രാസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചേരാത്തതായിട്ടുള്ള എന്തോ ഒരു വസ്ത്രം മാതിരിയൊക്കെ ധരിപ്പിച്ച് പിലാത്തോസിന്റെ അടുക്കിലേക്ക് മടക്കി അയച്ചു. കർത്താവിനെ പരിഹസിക്കാൻ വേണ്ടി, അത് മോക്കിംഗ് ഹിം എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു. കർത്താവിനെ പരിഹസിക്കാൻ വേണ്ടി നിസ്സാരനാക്കി എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതായത് ട്രീറ്റിംഗ് ഹിം വിത്ത് കണ്ടംപ്റ്റ്, അത് നിസ്സാരതയോടെ ഒരു ഒരു അവജ്ഞയോടെ കാണുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. ആ പരിഹാസവും നിന്നെയൊക്കെ ആർക്ക് വേണ്ടിയാ കർത്താവ് അനുഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയാ, എന്ന് വെച്ചാല് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ. അപ്പൊ കർത്താവ് നിസ്സാരനായത് നമ്മളെ ദൈവമുമ്പാകെ ഏറ്റവും സാരമുള്ളവളാക്കി തീർക്കാൻ വേണ്ടി, ദൈവം നമ്മളെ ദൈവമുമ്പാകെ ഏറ്റവും മഹത്വവും തേജസ്സോടെയും ആയിരിക്കുന്നതിന് വേണ്ടി കർത്താവ് നിന്നയും അപമാനവും പരിഹാസവും ഒക്കെ ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ കർത്താവിന് അതൊന്നും സഹിക്കേണ്ട കാര്യമില്ലായിരുന്നു. കർത്താവിന് ലഗ്യോൻ സൈന്യത്തിലേറെ 72,000-ലേറെ ദൂതന്മാരോടൊന്ന് കൽപ്പിച്ചാൽ മതിയായിരുന്നു. എല്ലാം വന്ന് നാമാവശേഷമാക്കിയിട്ട് പിലാത്തോസിനൊന്നും പിലാത്തോസിന്റെ ഹെരോദാവിനൊന്നും പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാന്നുള്ള രീതിയിലാക്കാമായിരുന്നു. പക്ഷെ കർത്താവ് അങ്ങനൊന്നും ചെയ്തില്ല. എന്ന് വെച്ചാല് കർത്താവ് തന്നെ അതിന്റെ തൊട്ട് മുമ്പേ ഇപ്പം 23-ല് നമ്മളുള്ള 22-53 കർത്താവ് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും ആകുന്നു. അപ്പൊ ഈ ഒരു സമയം ആ ഒരു സാത്താന് കുറച്ച് അധികാരം കൊടുത്ത് ദൈവം അത് അനുവദിച്ച ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ നാഴികയാണ്, ഇത് ഇരുളിന്റെ അധികാരമാണ് എന്നുള്ളൊരു കാര്യം
അത് കർത്താവ് ആ പിതാവിന്റെ ഹിതം ചെയ്യുവാനായിട്ട് തന്നെ അതുപോലെ ഏൽപ്പിച്ചു കൊടുത്തൊരു കർത്താവ്. നമ്മുടെ ജീവിതത്തിലും ചില പ്രയാസമുള്ള കാര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ ചില രോഗാവസ്ഥകളായിരിക്കാം, ചില സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കാം, ചില വ്യക്തിബന്ധങ്ങളുമായിട്ടുള്ള ചില ഉരസലുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇച്ഛിക്കാതെ തന്നെ ചിലപ്പം വേറെ ചിലര് നമ്മളോട് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴൊക്കെ ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് കർത്താവേ, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഈ സാഹചര്യത്തിൽ എന്താണോ അവിടുത്തെ ഇഷ്ടം, ഞാൻ എങ്ങനെ പ്രതികരിക്കണം, ഞാൻ എന്ത് പറയണം, എന്ത് പറയാതിരിക്കണം, കർത്താവിന് ഒരു കളിപ്പാവ മാതിരി മറ്റവരൊക്കെ ഈ കൊച്ചു പിള്ളേരൊക്കെ ഡ്രസ്സ് മാറ്റി മാറ്റി ഇടിപ്പിക്കുന്നത് പോലെ കർത്താവിനെ ഈ വസ്ത്രം ഊരി ആ വസ്ത്രം ഇടിപ്പിക്കുന്നു. കഴിഞ്ഞിട്ട് പിന്നെ ദിവസം ആണെങ്കിൽ പർപ്പിൾ റോബ് ധൂമ്ര വസ്ത്രം ധരിപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ക്രൂസിൽ വെച്ച് കർത്താവിന്റെ വസ്ത്രം എല്ലാം ചീട്ടിട്ട് എടുക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു കളിപ്പാവ മാതിരിയൊക്കെ വളരെ നിസ്സാരനായിട്ട് എല്ലാത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം എന്നാ അവിടുന്ന് പിതാവിനുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ ഒഴിച്ച് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പം ആ കർത്താവ് എനിക്ക് വേണ്ടി അതെല്ലാം കർത്താവ് ആയിത്തീർന്നു. ഒന്നുമല്ലാതെ മനുഷ്യര് തലമേൽ ഓടുമാറാക്കി എന്നൊക്കെ നമ്മുടെ സങ്കീർത്തനം 66 അതിന് 10 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യരെ തലമേൽ ഓടുമാറാക്കി എന്നൊക്കെ നമ്മൾ വായിക്കുമ്പം ഇതുപോലെ മനുഷ്യർ തലമേൽ ഓടുന്ന ഒരവസ്ഥയാവുള്ളേ. മനുഷ്യരെ അവരുടെ റൊമ്പടയാളികള് അടിക്കുന്നു, മുഷ്ടി ഉരുട്ടി ഇടിക്കുന്നു, തുപ്പുന്നു, കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട് ആരാന്ന് പറയണം, പ്രവചിക്കുക, നീ രാജാവാ, ജയ ജയ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പല പരിഹാസപാത്രമായിട്ടായി തീരുവാനും കർത്താവ് എന്തിനാ അത് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് ആ ക്രൂസിലെ വലിയൊരു എക്സ്ചേഞ്ച് നമ്മളിപ്പോഴും പറയുന്ന പോലെ കർത്താവ് ഉൾമുടി ധരിച്ചത് നമുക്ക് ആ ഒരു ജീവന്റെ കിരീടം തരാൻ വേണ്ടിയാണ് കർത്താവ് മുൾക്കിരീടം ധരിച്ചതെന്ന് പറയുന്നത് പോലെ കർത്താവ് നിസ്സാരനാക്കപ്പെട്ടു, കർത്താവ് പരിഹസിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഞാന് ദൈവമുമ്പാകെ ഏറ്റവും തേജസ്സും മഹത്വം ഉള്ളവനായിട്ട് ആകുവാൻ വേണ്ടി, ഞാന് ദൈവത്തിന്റെ വലിയ മാനപാത്രമാവാൻ വേണ്ടി കർത്താവ് പരിഹാസപാത്രമായി. ദൈവം എന്നെ മാനിക്കുവാൻ വേണ്ടി കർത്താവ് പരിഹാസപാത്രമായി. അപ്പൊ അത് നമ്മളുടെ ജീവിതത്തില് എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിന്റെ മാനപാത്രം ആവണമെങ്കിൽ നമ്മള് കർത്താവിനെ പോലെ തന്നെ നമ്മളുടെ ജീവിതം പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് സഹിച്ചതിനെല്ലാം നമ്മളുടെ ജീവിതം ഒരു പ്രതിഫലമായി തീരും. അത് കഴിഞ്ഞിട്ട് 12-ാമത്തെ വാക്യത്തിൽ ഒരു രസകരമായ കാര്യം നമ്മൾ 23 ലൂക്കോസ് 23:12 ഒരു രസകരമായ കാര്യം വായിക്കുന്നത്. അതുവരെ ശത്രുക്കളായിരുന്ന ഹെരോദാവും പിലാത്തോസും അപ്പൊ സ്നേഹിതന്മാരായി തീർന്നു. കർത്താവ് ക്രൂസിലേക്ക് പോകുന്ന വഴിയെ തന്നെ ശത്രുക്കളെയും മിത്രങ്ങളാക്കുന്ന ആ ഒരു പ്രക്രിയയും കൂടെ കർത്താവ് അവിടെ നിർവഹിക്കുന്നു എന്നുള്ള കാര്യം. അന്ന് ഹെരോദാവും പിലാത്തോസ് അതുവരെ അവര് ഒന്നും കീരിയും പാമ്പും പോലെ ഒന്നും മിണ്ടാതൊക്കെ ഇരുന്ന ആൾക്കാരായിരുന്നു. വലിയ ഈഗോ ക്ലാഷും ഒക്കെ, ഞാൻ ഇവിടുത്തെ ഗവർണർ, നീ അവിടുത്തെ ഗവർണർ, ഞാനാണ് കുറച്ചുകൂടെ അധികാരമുള്ളതെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ പിലാത്തോസ് ഇങ്ങനെ വിചാരിച്ചതാണ്. ഹെരോദാവ് ഞാൻ ഇത്രയും വലിയ ഏരിയയുടെ ഞാൻ ഗവർണറാ. പക്ഷേ പിലാത്തോസ് തന്നെ തനിക്ക് കിട്ടിയ ഒരു കുറ്റവാളിയെ ഹെരോദാവിന്റെ അടുക്കിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഹെരോദാവിനെ ഒന്ന് പിലാത്തോസിനോട് കുറച്ചൊന്ന് എന്നാല് പിലാത്തോസ് എന്നെ ഓർത്തല്ലോ. അപ്പൊ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഹെരോദാവും പിലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു, എനിമീസ് വിധിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് തന്റെ ശത്രുക്കളെ പോലും തമ്മിൽ മിത്രമാക്കുന്ന ഒരു പ്രക്രിയ ആ ഒരു കർത്താവിന്റെ ആ ഒരു ദിവ്യസ്വഭാവത്തിന്റെ സൗരഭ്യം അവിടെ കൂടെ ഒക്കെ വീശിയപ്പോഴത്തേക്കും അതുവരെ ശത്രുക്കളായിരുന്നവരും മിത്രങ്ങളായി പോയ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് മത്തായി 5:9 നമ്മൾ വായിക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന്റെ ആ ഒരു സൗരഭ്യവാസനയോടുകൂടി നമ്മൾ ആയിരിക്കുന്ന നിങ്ങളിൽ പോകുമ്പം ആൾക്കാരുടെ ഈഗോയും അതുവരെ പലരുടെയും പല കാര്യത്തില് അവര് തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു കർത്താവിന്റെ മകളുടെ ആ ഒരു ജീവന്റെ ആ ഒരു ധ്വനിയും സൗരഭ്യവും ഒക്കെ കിട്ടുമ്പോൾ പലർക്കും ഒരു ചെറിയൊരു മനസാക്ഷിയിൽ എന്തെങ്കിലുമൊക്കെ ചില ലാഞ്ചനകളും ചില കുലുക്കവും ഒക്കെ വരും. അപ്പോ അവര് സംസാരിക്കാൻ തുടങ്ങുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 23 ലൂക്കോസ് 23 4-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. പിന്നെ താഴോട്ട് 15-ാമത്തെ വാക്യത്തിലും പിലാത്തോസ് വീണ്ടും പറയുന്ന ഒരു കാര്യം, ഹെരോദാവും ഒന്നും കണ്ടില്ല. അതായത് അതിന്റെ 14-ാമത്തെ വാക്യം ലൂക്കോസ് 23:14, ഞാനോ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവനിൽ കണ്ടില്ല. ഹെരോദാവും കണ്ടില്ല. അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ. ഇവൻ മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. സ്പഷ്ടം. അപ്പം പിലാത്തോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. പിന്നെ ഇവൻ 20-ാമത്തെ വാക്യത്തിലും
നമ്മളത് വീണ്ടും കാണുന്നുണ്ട്. പിലാത്തോസ് യേശുവിനെ വിടുവിക്കുവാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു എന്നുള്ളൊരു കാര്യം, പിന്നെ അവരോട് വിളിച്ചു പറഞ്ഞു എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നത് എന്താ? അവൻ മൂന്നാമതും അവരോട് അവൻ ചെയ്ത ദോഷം എന്ത്? മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടില്ല. അപ്പൊ 3 പ്രാവശ്യം വീണ്ടും അങ്ങനെ ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഇവിടെ യോഹന്നാൻ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിന്റെ 4-ാമത്തെ വാക്യത്തില് നമ്മൾ വായിച്ചു എന്താ? 4-ാമത്തെ വാക്യത്തില് ഞാൻ അവനിൽ, നമ്മൾ തിരിച്ച് യോഹന്നാൻ 19-ന്റെ 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവരെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. കുറച്ചുകൂടി കഴിയുമ്പോൾ 15-ാമത്തെ വാക്യത്തിലും വീണ്ടും പിലാത്തോസ് പറയുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഷാൽ ഐ ക്രൂസിഫൈ യുവർ കിങ്? അത് 12-ാമത്തെ വാക്യത്തില് വീണ്ടും പിലാത്തോസ് ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പൊ 3 പ്രാവശ്യം ശ്രമിക്കുന്ന കാര്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചു. ഇവിടെയും വീണ്ടും പിലാത്തോസ് എങ്ങനെയെങ്കിലും കർത്താവിനെ വിട്ടയക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇത് നിമിത്തം പിലാത്തോസ് അവനെ വിട്ടയക്കുവാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ കാണുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിലും പിലാത്തോസ് അവനെ പുറത്തു കൊണ്ടുവന്ന് അവിടെ അവൻ ന്യായാസനത്തിൽ ഇരുന്ന കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിലാത്തോസ് പലതവണ കർത്താവിന് വേണ്ടി ഒരു നല്ല സാക്ഷ്യം പറയുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. പിന്നെ കർത്താവിന്റെ ഈ ക്രൂശീകരണ വേളയില് 7 പേര് കർത്താവിന് വേണ്ടി ഒരു നല്ല സാക്ഷ്യം പറയുന്നതായിട്ട് വെച്ചാല് നമ്മള് അപ്രതീക്ഷിതമായ ചില 7 പേര് കർത്താവിന്റെ ഇന്നസെൻസ്, കർത്താവിന്റെ നിഷ്കളങ്കത ഏറ്റുപറയുന്ന ഒരു 7 പേരെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ വേറെ ആരും യൂദാസ് ഇസ്കരിയോത്ത് തന്നെ. യൂദ ഇതെല്ലാം ഉറ്റിക്കൊടുത്ത ശേഷം അവൻ പറയുന്ന ഒരു വാക്ക് നമ്മളവിടെ മത്തായി 27-ൽ വായിക്കുന്നുണ്ട്. 7 പേര് കർത്താവിന്റെ ഇന്നസെൻസ് പ്രൊക്ലെയിം ചെയ്ത ശിഷ്യന്മാരാരും വിളിച്ചു പറയാൻ അവർക്ക് ധൈര്യം ഇല്ലായിരുന്നു. ആ സമയത്ത് അവര് പരിശുദ്ധാത്മാ നിറഞ്ഞവരല്ലായിരുന്നു. ആ സമയത്ത് അവര് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ അവരെയും കൂടെ അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകത്തേ ഉള്ളായിരുന്നു. അവർ ആ ഭയം നിമിത്തം അവർക്കൊന്നും പറയാനും സാധിച്ചില്ല. അവരുടെ വായടങ്ങിപ്പോയി, ഇറങ്ങിപ്പോയി. പത്രോസ് തന്നെ 3 തവണ തള്ളി പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 27-ാം അധ്യായത്തില് അതിന്റെ 4-ാമത്തെ വാക്യത്തില് അവൻ ഈ യൂദാസ് ഇസ്കരിയോത്ത് പറയുക, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് ആരോടാ പറയുന്നേ? മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരുടെ അടുക്കല് ഈ 30 വെള്ളിക്കാശ് മടക്കി കൊണ്ടുവന്നിട്ട് കുറ്റമില്ലാത്ത രക്തമാണെന്നുള്ള കാര്യം അവൻ പറയുന്ന ഒരു സാക്ഷ്യം യൂദാസ് ഇസ്കരിയോത്ത് മരിക്കുന്നതിന് മുമ്പായിട്ട്, സൂസൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയുന്ന ഒരു സാക്ഷ്യം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം ലൂക്കോസ് 23-ന്റെ 4 പോന്തിയോസ് പിലാത്തോസ് യേശുവിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം പറയുന്നത് നമ്മൾ വായിച്ചു. പിന്നെ ലൂക്കോസ് 23-ന്റെ 15-ല് നമ്മളിപ്പം ഹെരോദാവിന്റെ കാര്യം വായിച്ചു. ഹെരോദാവും അവന്റെ ഒരു കുറ്റവും കണ്ടില്ല എന്ന് പറഞ്ഞാണ് പിലാത്തോസിന്റെ അടുക്ക അയക്കുന്നതായിട്ട് അവിടെ പിലാത്തോസ് പറയുന്നത് ലൂക്കോസ് 23-ന്റെ 15-ൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കർത്താവിന് വേണ്ടി ഒരു ശബ്ദമുയർത്തിയത് ഒരു സഹോദരിയായിരുന്നു. ആരായിരുന്നു? പിലാത്തോസിന്റെ വൈഫ്, പിലാത്തോസിന്റെ ഭാര്യ. നമ്മളത് കണ്ടായിരുന്നു മത്തായി 27-ന്റെ 19-ല്. അവൾക്ക് അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പം പിലാത്തോസിന്റെ ഭാര്യ മത്തായി 27-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലെ പിലാത്തോസിന്റെ വൈഫ് ആളയച്ച് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു. അപ്പൊ ആ ഒരു ഇതുപോലെ വിസ്താരമൊക്കെ നടക്കുമ്പോൾ സ്ത്രീകൾക്കൊന്നും അവിടെ പ്രവേശനമൊന്നും കാണത്തില്ല. അപ്പൊ എങ്ങനെങ്കിലും ഈ മെസ്സേജ് ഒന്ന് എത്തിക്കണം. അതുകൊണ്ട് അന്ന് ഇതുപോലെ പേപ്പറോ വാട്സപ്പ് മെസ്സേജ് അതുപോലുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. ഒന്ന് റിങ് ചെയ്ത് പറയാനൊന്നും പറ്റത്തില്ല. അപ്പൊ പിന്നെ അവിടെ സേവകന്മാരെ ആരെങ്കിലും ആൾക്കാരെ ആളയച്ച് അതാ ഇങ്ങനെ പറയുന്നത്, ഹിസ് വൈഫ് സെൻഡ് ഹിം എ മെസ്സേജ് എന്നൊക്കെയാണ് NASBയിൽ ഇറ്റാലിക്സിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ആളയച്ചെന്ന മലയാളത്തിൽ, അതായത് എങ്ങനെയോ അറിയിച്ചു. എങ്ങനെ ആ നീതിമാന്റെ കാര്യത്തില് അവനൊരു നീതിമാനാണെന്നുള്ളൊരു കാര്യം പിലാത്തോസിന്റെ ഭാര്യയ്ക്ക് ഉള്ളൊരു ബോധ്യം ഉണ്ടായി. അതെങ്ങനെയാന്ന് വെച്ച് ആ സ്വപ്നത്തില് അവൾക്കൊരു മുന്നറിയിപ്പ് ലഭിക്കുന്നതാണ് വായിക്കുന്നത്. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെയധികം കഷ്ടം സഹിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഈ പിലാത്തോസിന്റെ വൈഫിനെ കുറിച്ച് ചില ചരിത്രകാരന്മാരൊക്കെ അവളുടെ പേര് ക്ലോഡിയ പോക്കുല എന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവളെ അഗസ്റ്റസ് ചക്രവർത്തിയുടെ ഗ്രാൻഡ് ഡോട്ടർ, കൊച്ചുമകളായിരുന്നു. അങ്ങനെ ഒരു റോമൻ പ്രിൻസസ് ആയിരുന്നു, റോമൻ രാജകുമാരി ആയിരുന്നു എന്നൊക്കെ ചില ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആധികാരിക നമ്മുടെ ബൈബിളിൽ അത് പറയുന്നില്ല. അപ്പൊ ആധികാരിക നമുക്ക് അറിയത്തില്ല. എന്നാൽ ഈ അവള്
അവള് കർത്താവ് എത്രയോ യഹൂദന്മാര് ഇവനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ ഒരു റോമൻ രാജകുമാരിയായിരുന്ന ഈ പിലാത്തോസിന്റെ വൈഫ് ക്ലോഡിയ എന്നായിരിക്കാം അവളുടെ പേര്, നമുക്കറിയില്ല. അപ്പൊ അവള് കർത്താവിന് വേണ്ടി ഒരു ലോൺ വോയിസ്, ഒരുപാട് പേര് ഒരുപക്ഷെ ഇപ്പൊ നമ്മളുടെ കോളേജിലോ ക്യാമ്പസിലോ ഒക്കെ ഒത്തിരി പേര് തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തിക്ക് വേണ്ടി കൊടി പിടിക്കുമ്പോൾ നമ്മള് ചിലപ്പോൾ ഒരു നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ശബ്ദമായിരിക്കും, ഒരു മൃദുസ്വരമായിരിക്കും അല്ലെ. ഒത്തിരി പേര് തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ അത് ഇത് ചെയ്യുക, അങ്ങനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അത് തല്ലി ഉടയ്ക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ അപവാദം പരത്ത്, അല്ലെങ്കിൽ ഇത് സ്പ്രെഡ് ചെയ്യണം, ഈ റൂമർ സ്പ്രെഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള പല കാര്യങ്ങൾ ഭൂരിപക്ഷം പേര് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോ ഇവളാണെങ്കിൽ ഒരു സ്ത്രീ, അവർക്ക് വലിയ വോയിസോ കാര്യങ്ങളൊന്നും ഇല്ല, പിലാത്തോസിന്റെ ഇടയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള കാര്യം അറിയത്തില്ലെങ്കിലും അവളാൽ ആവത് ചെയ്തു. കർത്താവ് മറിയത്തെക്കുറിച്ച്, ബദനക്കാരി മറിയത്തെക്കുറിച്ച് മർക്കോസ് 14:8 പറയുന്നൊരു വാക്യമുണ്ട്, ഷീ ഡിഡ് വാട്ട് ഷീ കുഡ്. അവളാൽ ആവത് ചെയ്തു എന്ന് പറയുന്നത് പോലെ നമുക്കിപ്പം ചില കാര്യങ്ങളിലൊന്നും നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, എന്നാൽ നമ്മളെ കൊണ്ടാവുന്ന ഒരു ശബ്ദം ഉയർത്താൻ, നമ്മളെ കൊണ്ടാവുന്ന ഒരു കാര്യങ്ങൾ അത് പറയേണ്ടതുപോലെ പറയുവാനൊക്കെ അവള് പിന്നീട് ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്ന അവള് പിന്നീട് വിശ്വാസത്തിലേക്ക്, യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നു, അതിനുശേഷം അവളെ രക്തസാക്ഷിയായി തീർന്നു എന്നൊക്കെ പറയുന്ന ചരിത്രരേഖകളൊക്കെ ഉണ്ട്. എന്നാൽ അതിന്റെ ആധികാരികളും കാര്യങ്ങളും നമുക്ക് അറിയില്ലെങ്കിലും മത്തായി സുവിശേഷത്തിലെ പരിശുദ്ധാത്മാ പ്രേരിതനായിട്ട് പിലാത്തോസിന്റെ ആ ഭാര്യയുടെ ആ ഒരു ഏറ്റുപറച്ചിലെ ആ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് പരിശുദ്ധാത്മ അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് കണ്ടതുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളിപ്പം 4 പേരുടെ സാക്ഷ്യം കേട്ടു, യുദാസിന്റെ സാക്ഷ്യം, പിലാത്തോസിന്റെ സാക്ഷ്യം, ഹെരോദാവിന്റെ സാക്ഷ്യം, പിലാത്തോസിന്റെ വൈഫിന്റെ സാക്ഷ്യം. പിന്നെ സാക്ഷ്യം പറയുന്ന ആരാന്ന് ചോദിച്ചാല് കർത്താവിന്റെ ഒരു വശത്ത് മരിച്ചുകൊണ്ടിരുന്ന ഒരു കള്ളൻ, ഡൈയിങ് തീഫ്, മരിച്ചുകൊണ്ടിരുന്ന കള്ളൻ, ലൂക്കോസ് 23:41 വാക്യം. എനിക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആ വാക്യങ്ങൾ കണ്ടായിരുന്നു. ലൂക്കോസ് 23:41 വാക്യത്തില് ഇവൻ നമ്മള് ന്യായമായിട്ടുള്ളത് സഹിക്കുന്നു. ലൂക്കോസ് 23:41 വാക്യത്തില് നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവിടെ ഈ ഡൈയിങ് തീഫ്, മരിച്ചുകൊണ്ടിരുന്ന കള്ളം പറയുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് ലൂക്കോസ് 23:47 വാക്യത്തില് വേറൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി, പക്ഷെ കാര്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ പറയുന്നത് റോമൻ ശതാധിപതി, അതാ നമ്മൾ വായിക്കുന്നത്, ശതാധിപൻ. ഇത് സംഭവിച്ചിട്ട് റോമൻ, അതായത് ലൂക്കോസ് 23:47 ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട്, ഇപ്പൊ കർത്താവ് തന്റെ അന്ത്യശ്വാസം വലിക്കുന്നതും അതുപോലെ തന്നെ അവിടെ ആ സമയത്ത് നടക്കുന്ന വലിയ പ്രകൃതിയിൽ നടക്കുന്ന പല ഭൂമി കുലുക്കവും പല കല്ലറകൾ തുറക്കുന്ന കാര്യമൊക്കെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവിന്റെ ആ ഒരു മരണവിധം കണ്ടിട്ട് ഈ സംഭവിച്ചത് കണ്ടിട്ട് ലൂക്കോസ് 23:47 ഈ സംഭവിച്ചത് കണ്ടിട്ട് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതായിട്ട് നമ്മൾ ഈ ശതാധിപനെ കുറിച്ച് ഹി ബിഗാൻ പ്രൈസിങ് ഗോഡ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സെർട്ടൻലി ദിസ് മാൻ വാസ് ഇന്നസെന്റ് എന്നുള്ള ഒരു 6ാമത്തെ സാക്ഷ്യം ശതാധിപന്റെ വായിൽ നിന്ന് വരുന്നത്. അത് റോമൻ ശതാധിപൻ, റോമൻ ഗവൺമെന്റിന്റെ ഭരണമാണ്, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന അവന് ഒരു സാക്ഷിയായിട്ട് അവിടെ കാര്യം പറഞ്ഞത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ 7ാമത്തെ സാക്ഷ്യം ഈ ശതാധിപൻ മാത്രമല്ല അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും, അതാ നമ്മളെ മത്തായി 27 അധ്യായത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ അവിടെ ശതാധിപന്റെ കൂടെ ഉണ്ടായിരുന്ന റോമൻ ഗാർഡ്സ്, മത്തായി 27:54 വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത് ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തു നിന്നവരും, അപ്പം യേശുവിനെ വിത്ത് ഹിം കീപ്പിംഗ് ഗാർഡ് ഓവർ ജീസസ്, അതാ നമ്മൾ വായിക്കുന്നത്. ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. ഇവിടെ യേശുവിനെ കാത്തു നിന്നവരെന്ന് പറയുമ്പോൾ യേശുവിനെ വെയിറ്റ് ചെയ്ത് നിന്നവരെന്നല്ല, കീപ്പിംഗ് ഗാർഡ് ഓവർ ജീസസ്. ഈ ശതാധിപന്റെ കൂടെ കാവലായിട്ട് നിന്ന ആൾക്കാർ, കാവലായിട്ട് നിന്ന ആ റോമൻ ഗാർഡുകളും കർത്താവിനെ കുറിച്ച് ആ ഒരു സാക്ഷ്യം പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ ഒരു കർത്താവിന്റെ ക്രൂശീകരണം ഏറ്റവും അന്യായമായിട്ട് നടന്നു എന്ന അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല
ആൾക്കാരും യൂദാസ് ഇസ്കരിയോത്തെ കുറ്റപ്പെടുത്തവരാണ്. എന്നാൽ അവന്റെ വായിൽ നിന്ന് തന്നെ ആ സാക്ഷ്യം വന്നു, ഇവൻ നിഷ്കളങ്കൻ എന്നുള്ള കാര്യം. പോന്തിയോസ് പിലാത്തോസ് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തവൻ അവന്റെ വായിൽ നിന്ന് വരുന്നു. ഹെരോദാവ് അവനെ പരിഹസിച്ചവനാണ്, എന്നാൽ അവനും ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ പിലാത്തോസിനോട് വ്യക്തമാക്കുന്നു. പിലാത്തോസിന്റെ വൈഫ്, അവൾക്ക് വലിയ സ്വരമൊന്നും ഇല്ലായിരുന്നു, എന്നാൽ അവള് കർത്താവിന് വേണ്ടി ഒരു ശബ്ദം ഉയർത്തി. ആ കർത്താവിന്റെ ഒരു സൈഡില് മരിച്ചുകൊണ്ടിരുന്ന കള്ളനാണ്, എന്നാൽ അവന് മാനസാന്തരം ഉണ്ടായി. കർത്താവ് ഇവരോട് ചെയ്യുന്നത് എന്തെന്നാൽ ഇവരോട് ക്ഷമിക്കണമേ പിതാവേ എന്ന് അവിടെ മത്തായി ലൂക്കോസ് 23:34 പറയുന്നതിന് ശേഷമാണ് 41-ാമത്തെ വാക്യത്തില് അവന്റെ ആ ഒരു മാനസാന്തരത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ആ ഒരു കരുണയും സ്നേഹവും ഒക്കെ കണ്ട് അവന് മാനസാന്തരപ്പെട്ടു. അവന് ഏറ്റവും ജീവിതത്തിൽ ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്തവനെന്ന് എല്ലാവരും വിധിച്ചെഴുതി ക്രൂശുമരണത്തിന് യഥാർത്ഥത്തിൽ യോഗ്യനായിട്ട് കണ്ട അതുപോലെയുള്ള ഒരു നീചമരണം വിധിക്കപ്പെട്ട ഒരു കള്ളനായിരുന്നു. അവന്റെ പേര് പോലും ഇല്ല. അവനെ കുറിച്ച് ഇപ്പോഴും പറയുമ്പോൾ നമ്മള് കള്ളൻ തന്നെ പറഞ്ഞത്, ക്രൂസിലെ കള്ളൻ എന്നാ പറയുന്നത്. അപ്പൊ ആ ക്രൂസിലെ കള്ളനും കർത്താവിന് വേണ്ടി ഒരു സാക്ഷ്യം പറഞ്ഞു. റോമൻ ശതാധിപൻ സാക്ഷ്യം പറഞ്ഞു, റോമൻ ഗാർഡുകൾ സാക്ഷ്യം പറഞ്ഞു. എന്നാൽ ഇത്രയും വലിയ സാക്ഷികളെല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനായിട്ട് കർത്താവ് തന്നെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മള് യോഹന്നാൻ 19:5 വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അപ്പം അവിടെ 5-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്ന പറഞ്ഞാൽ പിലാത്തോസ് പറയുന്നുണ്ട് ഇവന് കുറ്റമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടും പിലാത്തോസ് അവനെ അതിന്റെ 1-ാമത്തെ വാക്യത്തില് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ വാറുകൊണ്ട് അടുപ്പിച്ച് എന്തോത്തിന്, ഇത്രയും കുറ്റമൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ എന്തോത്തിന് ഇത്രയും വാറുകൊണ്ട് ഇത്രയും കഠിനമായിട്ടുള്ളൊരു ശിക്ഷ നൽകുന്നതെന്ന് ചോദിച്ചാല് അവൻ അവിടെ നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഞാനിത് വാറുകൊണ്ട് അടുപ്പിച്ചിട്ട് ഞാൻ അവനെ വിട്ടയക്കാൻ പോവുക എന്ന് അവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അതാ നമ്മൾ അതിന്റെ ലൂക്കോസ് 23:22 നോക്കുവാണെങ്കിൽ അവൻ മൂന്നാമതും അവരോട് അവൻ ചെയ്ത ദോഷം എന്ന മരണയോഗ്യമായതൊന്നും അവൻ ചെയ്തിട്ടില്ല. ക്രൂശിക്കാനൊക്കെ നിങ്ങൾ പറയുന്നു, ഞാൻ ക്രൂശിക്കത്തൊന്നുമില്ല, എന്നാൽ കുറച്ച് നിങ്ങളുടെ ഒരു ദോഷം ഒന്ന് നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അടുപ്പിച്ചതിന് ശേഷം ഒന്ന് വിട്ടയക്കാമെന്ന ആര് വിചാരിച്ചേ? പിലാത്തോസ് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് റോമൻ പടയാളികള് അതുപോലെ അടി കൊടുക്കാൻ, അതും സാധാരണ ചാട്ടവാറടിയൊന്നും അല്ല, നമ്മള് കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ അതുപോലെയുള്ള കർത്താവിന്റെ പുറമൊക്കെ പുഴുവചാല് പോലെ നീളത്തിൽ കീറിയതായിട്ടൊക്കെ നമ്മൾ സങ്കീർത്തനം 129 3-ാമത്തെ വാക്യമൊക്കെ 2-3 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. അതുപോലെ വളരെ നിഷ്കരണമായിട്ടുള്ള കർത്താവിന് പുറം അടിക്കുന്നവർക്ക് നൽകിയതായിട്ടൊക്കെ ഏശയ്യാവ് 53:6 വാക്യമൊക്കെ നമ്മൾ വായിച്ചു. അതുപോലെ അന്നത്തെ റോമൻ പടയാളികൾ ഉപയോഗിക്കുന്ന ചാട്ടവാറെന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ചൂണ്ട അതിൽ മുള്ളുകളും എല്ലും കഷ്ണങ്ങളും ലഡും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂർത്ത എല്ലുകളും ഒക്കെ ഘടിപ്പിച്ചിരുന്ന വലിയ ചാട്ടവാറ്, അത് നീളത്തില് വീണ്ടും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന അതുപോലെ ഈ ആ ചാട്ടവാറ അടി കൊണ്ട് തന്നെ പലരും ബോധം കെട്ട് വീഴുവും, പലരും മദ്യഭ്രമത്തിലേക്ക് പോവുകയും മാനസിക വിഭ്രാന്തിയിലോട്ട് പോവുകയും പലരും മരിച്ചു വീഴുകയും ബോധം കെട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുപോലുള്ള റോമൻ പടയാളികളുടെ അടി എന്ന് പറഞ്ഞാൽ അതുപോലുള്ള അടിയാണെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പം അതുപോലുള്ള അടിയൊക്കെ കൊണ്ട് പിന്നെ മുൾക്കിരീടമൊക്കെ അപ്പോഴത്തേക്കും പടയാളികളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തേക്കും അവര് മാക്സിമം കർത്താവിനെ ചെയ്യാനൊക്കെ ചെയ്തു. അവര് ധൂമ്രവസ്ത്രം ധരിപ്പിക്കുന്നു. ധൂമ്രവസ്ത്രം എന്ന് പറഞ്ഞാൽ പേർപ്പിൾ റോബ്, അത് രാജാക്കന്മാരാണ് പേർപ്പിൾ വസ്ത്രമൊക്കെ ധരിക്കുന്നത്. അപ്പം കർത്താവിനെ അതുപോലെ പരിഹസിക്കാൻ വേണ്ടി നീ ജയ എന്നൊക്കെ പറഞ്ഞ് അവനെ കരണത്തടിച്ചെന്നൊക്കെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, നമ്മൾ മത്തായി 27 വായിക്കുവാണെങ്കിൽ മുൾക്കിരീടത്തിന്റെ കൂടെ കർത്താവിന് ഒരു ചെങ്കോൽ എന്ന വണ്ണം ഒരു മുള്ളു കൊണ്ടുള്ള ഒരു വടി കൂടെ കൊടുക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 27 അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അതിന്റെ 28-ാമത്തെ വാക്യം 28-29 അവന്റെ വസ്ത്രം ഒഴിച്ച് ഒരു ചുവന്ന അങ്കി, അതാ നമ്മള് പേർപ്പിൾ ധൂമ്ര വസ്ത്രം ഇപ്പം വായിച്ച് ചുവന്ന സ്കാർലറ്റും പേർപ്പിളും ഒക്കെ ഏകദേശം ആ ഒരു സിമിലർ കളറായിട്ടുള്ള ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, വലം കൈയിൽ ഒരു കോലും കൊടുത്ത് ഒരു റീഡ് കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതാ റീഡ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്, ഒരു കോലും വലം കയ്യിൽ കൊടുത്തു, നീ രാജാവല്ലേ അപ്പൊ ഒരു ചെങ്കോലും മാതിരി ഒരു കോലും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനെ പരിഹസിക്കാൻ വേണ്ടി കയ്യിലൊരു കോലും കൊടുത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവെ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കയ്യിൽ കൊടുത്തിരുന്ന കോലെടുത്ത് അവന്റെ തലയിൽ തന്നെ അടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയതിന് മുമ്പായിട്ട് ഇത് ഈ മുൾക്കിരീടമൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് കർത്താവിനെ
ഇവരുടെ യഹൂദന്മാരുടെ ഇടയ്ക്ക് പിന്നെയും കൊണ്ടുവരുക എന്ന് വെച്ചാൽ പിലാത്തോസിന്റെ ഉദ്ദേശം ഈ അടി കഴിഞ്ഞിട്ട് ഇവനെ അങ്ങ് വിട്ടയക്കാൻ പോവുക ഞാനെന്നും പറഞ്ഞ് പിലാത്തോസ് ഇവന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു. അപ്പം ആ കർത്താവിന്റെ ആ ഒരു ദയനീയമായിട്ടുള്ള ആ ഒരു അവസ്ഥയും ചോര വാർന്നൊലിക്കുന്ന ആ ഒരു അതൊക്കെ കണ്ട് അങ്ങനെയെങ്കിൽ ഇവരുടെ രോഷം അടങ്ങി ഇനിയൊക്കെ ഇത്രയും മതി, നീ ഇത്രയൊക്കെ ചെയ്തല്ലോ, ഇത് മതി, ഇനിയിപ്പോ അവൻ പോയിക്കോട്ടെ എന്ന് ഈ മതമേലാളന്മാർ പറയുന്ന പിലാത്തോസ് വിചാരിച്ചെന്ന് അവര് അത്രമാത്രം സാത്താനായ പ്രേരിതരായിട്ട് നിൽക്കുക എന്നുള്ള കാര്യം പിലാത്തോസിന് അറിയത്തില്ല. അപ്പൊ പിലാത്തോസ് പിന്നെയും പുറത്തു വന്നു. നമ്മൾ തിരിച്ച് യോഹന്നാൻ 19:4 വാക്യം, പിലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അവനെ അങ്ങനെ ഒരു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പിലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ബിഹോൾ ദ മാൻ, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യൻ. യഥാർത്ഥത്തില് പിലാത്തോസ് ദൈവത്തിന്റെ ഒരു ശബ്ദമായിട്ട് അവിടെ പറയുവാണ്, യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത് ഈ മനുഷ്യനെ കാണൂ. ഇത്രയൊക്കെ ചെയ്തിട്ടും പകരം ഒന്ന് ശകാരിച്ചവരെ പകരം ശകാരിക്കാതെ നമ്മളത് 1 പത്രോസ് 2 അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് വായിച്ചായിരുന്നു. കർത്താവ് ഭീഷണം പറയാതെ ന്യായത്തോടെ ന്യായത്തോടെ തന്റെ ഭരമേൽപ്പിക്കുന്നവനെങ്കിലെല്ലാം ഭരമേൽപ്പിച്ചു കൊടുത്തു. അതാ നമ്മളവിടെ വായിക്കുന്നത്. അതാ ഞാൻ ആ 1 പത്രോസ് 2 ആ വാക്യം വായിക്കുക. 21 വാക്യം, 1 പത്രോസ് 2:21, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ. കർത്താവിനെ അവരെല്ലാം ശകാരിച്ചു എന്നാ പകരം ശകാരിക്കാതെ. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, പിന്നെ നമ്മളെന്ന് 1 പറഞ്ഞാൽ 2 പറയണം, അല്ലെങ്കിൽ 10 പറയണം. അതാണ് നമ്മുടെ ജഡം. അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളില് എന്നാലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മുടെ സാക്ഷ്യം പോകുന്ന വിചാരിച്ച് നമ്മൾ പുറത്ത് പറയത്തില്ലായിരിക്കും, പക്ഷെ ഉള്ളത്തിന്റെ ഭയങ്കര തിളച്ചു പോകുന്ന പ്രഷർ കുക്കർ ആയിരിക്കും. പക്ഷേ കർത്താവ് അപ്പൊ ഈ ബിഹോൾ ദ മാൻ എന്ന് പിലാത്തോസിന്റെ ഒരു സാക്ഷ്യം പറയത്തക്ക വേണം. ബാക്കി എത്രയോ കുറ്റവാളികളെ അടിക്കുന്നതൊക്കെ പിലാത്തോസ് കണ്ടിട്ടുണ്ട്. എന്നാൽ യേശു അടി കൊള്ളുന്ന വിധം കണ്ടിട്ട് ശകാരിച്ച് അപ്പം ബാക്കിയുള്ളവരെയൊക്കെ അടി കൊള്ളുമ്പോൾ തിരിച്ച് ചീത്ത വിളിക്കുന്ന കുറ്റവാളികളെ അതുപോലെ പിലാത്തോസ് കണ്ടിട്ടുള്ളത്. എന്ന് ഇവിടെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ഞാൻ നിന്നെ കാണിച്ചു തരാം, ദൈവം നിന്നെ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഭീഷണം പറയാതെ ന്യായമായിട്ട് വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക എത്ര ചെയ്തത്. എല്ലാം പിതാവിന്റെ അടുക്കൽ പിതാവെ അങ്ങ് അറിയുന്നു. ആ സമയത്തും കർത്താവ് ഒരുപക്ഷെ പറഞ്ഞു കാണും, പിതാവെ അവരോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം. ആ സമയത്തും കർത്താവിന്റെ വായിൽ നിന്ന് ആ വാക്കുകളൊക്കെ വന്നു കാണും. അങ്ങനെ ആ ഒരു കാര്യം നമ്മളവിടെ അവിടെ 1 പത്രോസ് 2:22-23 വാക്യങ്ങളിലൊക്കെ നമ്മളത് വായിച്ചു. അങ്ങനെ കർത്താവ് നമ്മുടെ പാപങ്ങൾ വഹിച്ചു. പാപം സംബന്ധിച്ച് മരിച്ച് നമുക്ക് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറുന്നതായിട്ട്, ക്രൂശ് ചുമന്നുകൊണ്ട് ആ കാൽവരി മല കയറുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പിന്നെ എഴുതിയിരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. കർത്താവിന്റെ അടിപ്പിണരുകളിൽ ആ ഒരു ക്രൂശിൽ വലിയൊരു എക്സ്ചേഞ്ച് നടന്നെന്ന് പറയുമ്പം ഏറ്റവും വലിയ വേദനയിലാണ് നമ്മുടെ സൗഖ്യം ഉണ്ടാകുന്നത്. ഇപ്പം സൂര്യന്റെ പ്രകാശത്തില് നക്ഷത്രങ്ങളെ കാണാനൊക്കത്തില്ല പകൽ സമയത്ത് നക്ഷത്രങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ സൂര്യന്റെ പ്രകാശം അത്രമാത്രം ഉള്ളതുകൊണ്ട് ഈ നക്ഷത്രങ്ങളുടെ പ്രകാശമൊന്നും ഇല്ല, അതൊന്നും പ്രകാശമായിട്ട് പറയാനൊന്നും ഇല്ല എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു വേദനയോ പ്രയാസമോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് മാനസികമായിട്ടുള്ള വേദനയായിരിക്കാം, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും രോഗാവസ്ഥകളുടെ വേദനയായിരിക്കാം. എന്നാൽ എവിടെ അതിന് സൗഖ്യം വരുന്നതെന്ന് വെച്ചാൽ കർത്താവിന്റെ അടിപ്പിണരുകളാല് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിനെ വേദനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കർത്താവ് അനുഭവിച്ച അപ്പൊ നമുക്ക് വല്ലാത്തൊരു പല്ലുവേദനയായിരിക്കും, നമുക്ക് വല്ലാത്തൊരു ചെവി വേദനയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു നടുവേദനയായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ചിലരുടെ മരണം വേർപാട് കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു വേദനയായിരിക്കും. എന്നാൽ യേശു കർത്താവ് അനുഭവിച്ച വേദനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്കൊരു ദർശനം തരുമ്പോൾ കർത്താവ് ക്രൂശിൽ എന്തായിരിക്കും എനിക്ക് വേണ്ടി അനുഭവിച്ച് ആ വേദനയോട് കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ അയ്യോ ഈ വേദനയൊന്നും ഈ സൂര്യന്റെ മുമ്പിൽ നക്ഷത്രം പോലെ ഇതൊന്നും ഇല്ല, ഈ വേദനയൊന്നും ഒന്നും ഇല്ല. കർത്താവിന്റെ അടിപ്പിണരാല് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. കർത്താവിന്റെ അടിപ്പിണരും കർത്താവിന്റെ ആ വേദനയും ആ ഘോരമായിട്ടുള്ള ഏറ്റവും കഠോരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കർത്താവ് സഹിച്ചതൊക്കെ നമ്മുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് നമ്മളെ പരിശുദ്ധാത്മ നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മളുടെ വേദനയൊക്കെ ആ കർത്താവിന്റെ അടിപ്പിണരുകളാല് നമ്മളുടെ വേദനയ്ക്ക് അത് മനസ്സിന്റെ വേദനയാവട്ടെ, ശരീരത്തിന്റെ വേദനയാവട്ടെ, എല്ലാ വേദനയ്ക്കും ഒരു ശമനം, എല്ലാത്തിനും ഒരു സൗഖ്യം, നമ്മളുടെ രോഗങ്ങൾക്കൊരു സൗഖ്യമായിട്ട് അക്ഷരികമായിട്ട് കർത്താവ് നമ്മളെ അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കാൻ മതിയായവനാണ്. എന്നാൽ ഒരുപക്ഷെ ആക്ഷരികമായിട്ട്
അത്ഭുത സൗഖ്യം നമുക്ക് ഉടനെ ലഭിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ മരുന്നുകളിലൂടെയോ പല സർജറിയിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സൗഖ്യം ദൈവം നിയമിച്ചിരിക്കുന്നത്. എങ്ങനെ ആയാലും കർത്താവ് നമുക്ക് ഇനിയിപ്പോ സൗഖ്യം തരാൻ കർത്താവ് കുറച്ചൊന്ന് ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ മനസ്സിലൊരു സൗഖ്യം, നമ്മുടെ ആത്മാവിലൊരു സൗഖ്യത്തെ കുറിച്ച് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ 1 പത്രോസ് 2 കോണ്ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ തെറ്റിപ്പോയ ആടുകളെ ഇടേന്റെ ഇടയ്ക്ക് തിരിച്ചു വരുന്ന ഒരു ആത്മീയ സൗഖ്യത്തെ കുറിച്ച് അവിടെ പാപത്തിന് മരിച്ച നീതിക്കായിട്ട് ജീവിക്കുന്ന ആത്മീയ സൗഖ്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു സന്ദർഭവശാൽ നമ്മൾ സന്ദർഭോചിതമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു ആത്മാവിലുള്ള ഒരു സൗഖ്യം, നമ്മളുടെ ദേഹിയിലുള്ള ഒരു സൗഖ്യം, പിന്നെ ശരീരത്തിന്റെ സൗഖ്യം എല്ലാം കർത്താവ് തരുവാന് മതിയായവനാണെന്നുള്ള കാര്യമൊക്കെ നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ബിഹോൾ ദ മാൻ, ഇതെല്ലാം ഈ സഹിക്കുന്ന വിധമൊക്കെ കണ്ടിട്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാ ജീവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനെ കണ്ടുപിടിക്കുക എന്ന് പിലാത്തോസ് പറഞ്ഞു പോയതായിട്ട്, ബിഹോൾ ആ മനുഷ്യൻ ഇതാ, അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ മനുഷ്യൻ, ബിഹോൾ ദ മാൻ എന്ന് പറയുന്ന ഒരു പിലാത്തോസിന്റെ സാക്ഷ്യം നമ്മളവിടെ കാണുന്നതിന്റെ 6-ാമത്തെ വാക്യത്തിൽ അപ്പം യേശുവിനെ കാണുമ്പം സഹതാപം തോന്നുന്നു പിലാത്തോസ് വിചാരിച്ചു. എന്നാൽ മഹാപുരോഹിതന്മാരും സേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിച്ചു. അപ്പം ലീഡേഴ്സ് ആദ്യം മഹാപുരോഹിതന്മാരും സേവകന്മാരുമാണ്, അവരാണ് ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം പുരുഷാരമല്ല വിളിക്കുന്നത്, ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ഇവരങ്ങ് ആർത്ത് വിളിച്ചു. അപ്പൊ പിലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിക്കുവിൻ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു, ഞാനോ അവന്റെ ഒരു കുറ്റമൊന്നും കാണുന്നില്ല. അപ്പൊ യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മളത് ലേവ്യപുസ്തകം 24:16 നമ്മൾ 2-3 ആഴ്ച മുമ്പ് കണ്ടായിരുന്നു. ലേവ്യപുസ്തകം 24:16 ദൈവദൂഷണം പറയുന്നവൻ മരണയോഗ്യനാവുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. എങ്കിലും അത് ക്രൂശുമരണമെന്നും ന്യായപ്രമാണ പുസ്തകത്തിൽ പറയുന്ന കാര്യമല്ല, മറിച്ച് അത് റോമൻ പട്ടാളത്തിന്റെ ശിക്ഷയായിരുന്നു ക്രൂശുമരണം. ലേവ്യ പുസ്തകം 24:16 ഞാൻ വായിക്കുക. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. സഭയൊക്കെയും അല്ലെങ്കിൽ കോൺഗ്രിഗേഷനൊക്കെയും അവനെ കുടിവരവൊക്കെയും അവനെ കല്ലെറിയണം. പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പം ആ ഒരു കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം ഇവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാ, അതുകൊണ്ട് നീ അവനെ ക്രൂശിക്കണം എന്നുള്ളൊരു കാര്യം ഇവര് പറഞ്ഞു വരുന്നത്. അപ്പം തിരിച്ച് നമ്മള് യോഹന്നാൻ 19:7 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പിലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും, അതായത് ദൈവപുത്രൻ എന്ന് തന്നെത്താന് പറഞ്ഞു എന്ന് പറയുമ്പം, ഇവന് ദൈവപുത്രൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവൻ ദൈവപുത്രൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം പിലാത്തോസിനൊരു പേടി തോന്നി. മനസാക്ഷിയിൽ ഒരു കുത്തയ്യോ, ഇതിന് യഥാർത്ഥത്തിൽ ദൈവപുത്രനെ കാണാണോ, ഇവര് ഓരോന്നും ഇവരുടെ വായിന്ന് വീഴുന്നതല്ല, പിലാത്തോസിന് കൂടുതൽ ഭയം ഉണ്ടാക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് 8-ാമത്തെ വാക്യത്തില് ലൂക്കോസ് 19 യോഹന്നാൻ 19:8 ഈ വാക്ക് കേട്ടിട്ട് പിലാത്തോസ് ഏറ്റവും ഭയപ്പെട്ട് പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്നു. പിന്നെയും ഹി എൻജോയ്ഡ് ഇൻ ദി പ്രിറ്റോറിയം, ആ ഒരു തന്റെ ആസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ്, തന്റെ ആസ്ഥാന മന്ദിരത്തിൽ ചെന്ന്, നീ എവിടെ നിന്ന് ആകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരവൊന്നും പറഞ്ഞില്ല. ഇതിനു മുമ്പ് കർത്താവ് പറയേണ്ട ഉത്തരവൊക്കെ പറഞ്ഞു. ഇനിയിപ്പം കർത്താവിന് പിതാവ് പറയാനൊരു പ്രേരണയൊന്നും നൽകിയില്ല. യേശു ഉത്തരവൊന്നും പറഞ്ഞില്ല. യോഹന്നാൻ 19:10 വാക്യം, പിലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? ഇത്രയൊക്കെ എനിക്ക് അധികാരം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, നീ എന്നോട് സംസാരിക്കാതിരിക്കുവാണോ? എനിക്ക് നിന്നെ ക്രൂശിക്കുവാൻ അധികാരം ഉണ്ടെന്നും നിന്നെ വിട്ടയക്കാനും അധികാരം ഉണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട് പറയുന്ന ഒരു സാക്ഷ്യം നമ്മള് 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമ്മള് യോഹന്നാൻ 18:36 എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്ന ആ ഒരു സാക്ഷ്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ ഒരു നല്ല സ്വീകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് പറഞ്ഞ് പിലാത്തോസിന് മുമ്പാകിട്ട് പറഞ്ഞ് മേജറായിട്ടുള്ള വേറൊരു കൺഫെഷൻ, ഒരു നല്ല സ്വീകാരം, അത് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അത് എടുത്ത് പറയുന്ന കാര്യമൊക്കെ നമ്മളത് കണ്ടായിരുന്നു. ഇവിടെ എന്താ കർത്താവ് പറയുന്നേ? മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേലെ നിനക്ക് ഒരു അധികാരം ഉണ്ടാകുകയില്ലായിരുന്നു. ഇത് എനിക്ക് അധികാരമില്ലേ ക്രൂശിക്കാൻ, നിനക്ക് ക്രൂശിക്കാനോ വിട്ടയക്കാനോ അധികാരം ഇല്ലയോ എന്നൊക്കെ പറഞ്ഞൊന്ന് പീഡിപ്പിക്കാൻ നോക്കുക കർത്താവിനെ. എന്നാൽ കർത്താവ് പറയുക, നിന്റെ ഈ അധികാരവും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല, മേലിൽ നിന്ന് എന്റെ പിതാവ് അനുവദിക്കാതെ നിനക്ക് അധികാരമൊന്നും മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മേലും നിനക്ക് അധികാരമൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പൊ മേലിൽ നിന്ന് അധികാരം കുറച്ച് സമയത്ത് നിനക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നിനക്ക് അധികാരമുള്ളേ. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട്. അപ്പൊ നിനക്ക് പാപം ഇല്ലെന്ന് പിലാത്തോസിനോട് പറയുന്നില്ല,
നിനക്ക് പാപമുണ്ട്, എന്നാ അധികം പാപം ആർക്കാന്ന് ചോദിച്ചാൽ ഇത് ഏൽപ്പിച്ച യഹൂദന്മാർക്ക് അധികം പാപം ഉള്ളത് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നിമിത്തം പിലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമിച്ചു. അയ്യോ, എനിക്ക് പാപം ഉണ്ടെന്ന് ഇവന്റെ വായിൽ നിന്ന് തന്നെ കേട്ടു. അപ്പൊ ഇനിയിപ്പോ മറ്റവർക്ക് കൂടുതൽ പാപം ഉണ്ടായിക്കോട്ടെ, അപ്പൊ എനിക്കും പാപമുണ്ട്. ഇവൻ ദൈവപുത്രനാന്നൊക്കെ പറയുന്നു, ഇവൻ രാജാവാന്ന് പറയുന്നു, രാജ ഐഹികം അല്ലെന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ ആകെപ്പാടെ കൺഫ്യൂഷൻ. അപ്പൊ എന്തായാലും വീണ്ടും പിലാത്തോസ് എങ്ങനെങ്കിലുമൊക്കെ ശ്രമിക്കുന്ന ഒരു കാര്യം, പിലാത്തോസ് അങ്ങ് ഒരു സ്റ്റാൻഡ് അങ്ങ് എടുക്കുമായിരുന്നെങ്കിൽ കർത്താവിന് ക്രൂശീകരണം നടക്കുകയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് മുൻനിർണയ പ്രകാരം നടക്കേണ്ടതായിരുന്നു എന്ന് പിലാത്തോസിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു കുറ്റമുണ്ട്. പിലാത്തോസിന് പാപം ഉണ്ടെന്നുള്ള കാര്യം കർത്താവിന്റെ വായിൽ നിന്ന് വന്നു. അപ്പം ഇത് നിമിത്തം വിട്ടയക്കാനായിട്ട് ശ്രമിച്ചു. 12-ാമത്തെ വാക്യം, യഹൂദന്മാരോ നീ ഇവനെ വിട്ടയച്ചാൽ കൈസറിന്റെ സ്നേഹിതനല്ല. അപ്പം കൈസറിന്റെ വാക്കൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിലാത്തോസ് പിന്നെ പേടിക്കാൻ തുടങ്ങി. വെച്ചാൽ പിലാത്തോസിന്റെ അധികാരമൊക്കെ കൈസറുടെ വാക്ക് പോലൊക്കെ ഇരിക്കും. അപ്പൊ റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറിന്റെ അഗസ്റ്റസിന്റെ കൊച്ചുമോളെ ഒരു പക്ഷെ വിവാഹം കഴിച്ചിരുന്ന പിലാത്തോസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ പുള്ളിയുടേതായ ഒരു സ്വന്തമായിട്ടുള്ള വലിയ കഴിവ് തെളിയിച്ച ഒരു ആളൊന്നും അല്ല. അപ്പം ഏതെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യം കൊണ്ടുവരും പിലാത്തോസിന് അധികാരം തെറിച്ചു പോകാം. അപ്പൊ കൈസറുടെ സ്നേഹിതനല്ല, നീ ഇവനെ വിട്ടയച്ച കൈസറുടെ സ്നേഹിതനല്ല എന്നുള്ള. അപ്പം പിലാത്തോസിന്റെ വീക്ക് പോയിന്റിൽ എവിടെ കയറി പിടിക്കണമെന്നുള്ള കാര്യം യഹൂദന്മാർക്ക് അറിയായിരുന്നു. അവന് അധികാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ അവൻ പിന്നെയും ഞങ്ങൾക്ക് വഴങ്ങുന്നുള്ള കാര്യം അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിശാചിന് അറിയാമല്ലോ എല്ലാവരുടെയും വീക്ക് പോയിന്റ്സ്. അപ്പം ഈ പിശാചിന് ഈ ചിന്തകള് പുരുഷാരത്തിന്റെ മേലെ മഹാപുരോഹിതന്മാരുടെ മേലൊക്കെ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് കൈസർക്ക് നീ എതിരായി പോവും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പിലാത്തോസിനെ പിന്നെയും വശീകരിക്കാൻ നോക്കുക. അപ്പം അത് 12-ാമത് ഭാഗത്തിൽ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല, തന്നെ രാജാവാക്കുന്നവനെല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ. അപ്പൊ ഇവൻ തന്നെ രാജാവെന്ന് പറയുമ്പോൾ ഇവൻ കൈസരോട് മത്സരിക്കുക. അപ്പൊ അതുകൊണ്ട് നീ ഇവനെ വിട്ടയച്ച കൈസറുടെ സ്നേഹിതനല്ല നീ. അത് അങ്ങനെയുള്ള റിപ്പോർട്ടൊക്കെ ഞങ്ങൾ എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഗവർണസ്ഥാനമൊക്കെ പോവും എന്നുള്ള കാര്യം അതിന്റെ ആർത്ത് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പിലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ ഈ കാര്യം കൈസറുടെ സ്നേഹിതനല്ല എന്നൊക്കെയുള്ള ഇവരുടെ ക്രൗഡിന്റെ ആ വാക്കൊക്കെ കേട്ടപ്പോഴത്തേക്കും പിലാത്തോസ് പിന്നെ ഒന്ന് ഇളകാൻ തുടങ്ങി. അപ്പം പിലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് കൽത്തളം എന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അവിടെ ഒരു പേയ്മെന്റില് ആ ഒരു പേയ്മെന്റ് ഒരു പല സ്റ്റെപ്പുകളുള്ള ഒരു സ്റ്റെപ്പൊക്കെ കയറിപ്പോയ ഒരു സിംഹാസനം മാതിരിയുള്ള ഒരു ന്യായാസനം മാതിരി ഒരു ഇരിപ്പിടമാണെന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം അതിലൊക്കെ അവിടെ പോയിരുന്നു. അതിനെ ഗബദ അല്ലെങ്കിൽ കൽത്തളം പേയ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പേരുള്ള ആ ഒരു ന്യായാസനത്തിൽ ഇരുന്നിട്ട്, അപ്പോൾ പെസഹയുടെ ഒരുക്കുന്നാൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഏകദേശം 6 മണി എന്നുള്ള കാര്യമാണ് പറയുന്നതെന്ന്. മർക്കോസിന്റെ സുവിശേഷത്തിൽ എക്സാക്ട് ആയിട്ടുള്ള ടൈം പറയുമ്പോൾ അത് 3 മണി എന്നുള്ളൊരു കാര്യമാണ്. നമ്മള് കർത്താവ് ക്രൂശിക്കപ്പെടുന്നത് 3 മണി നേരം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി നേരം എന്നുള്ള കാര്യമാണ്. നമ്മൾ 6 മുതലാണ് യഹൂദന്മാര് സമയം 6 AM മുതൽ അവരുടെ പകൽ സമയം തുടങ്ങുന്നത്. അപ്പം നമ്മൾ മർക്കോസ് 15:25 വായിക്കുകയാണെങ്കിൽ കർത്താവ് ക്രൂശിക്കപ്പെടുന്ന സമയം ഇവിടെ ഏകദേശം എന്ന് പറഞ്ഞാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ചരിത്രകാരന്മാർ പല രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ യോഹന്നാൻ ഉപയോഗിച്ച പല രീതിയിലുള്ള അന്നത്തെ സമയക്രമം ഉണ്ടായിരുന്നു. എന്നാൽ മർക്കോസിന് സുവിശേഷത്തില് 15:25 വാക്യത്തിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ കർത്താവ് ക്രൂശിലേറുന്ന സമയം 3 മണി നേരമാണെന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. മർക്കോസ് 15:25 വാക്യത്തിൽ അവിടെ ഏകദേശം തന്നെ മർക്കോസ് അവിടെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. 3 മണി നേരം മുതൽ അതായത് 3 മണി നേരം വെച്ചാൽ രാവിലെ 9 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി അതായത് 6 മണിക്കൂർ നേരം, ആദ്യത്തെ 3 മണി നേരം കർത്താവ് ക്രൂശിലെ കള്ളനെ ക്ഷമിക്കുന്നതും യേശുവിന്റെ അമ്മയെ യോഹന്നാൻ യേശുവിന്റെ അമ്മയെ മറിയത്തേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ 3 മണി നേരം. പിന്നത്തെ 3 മണി നേരമാണ് 3 നാഴിക നേരമാണ് 12 മണി ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി നേരം വരെയുള്ള സമയത്താണ് കർത്താവ് നരകാഗ്നി നമുക്ക് വേണ്ടി 3 മണിക്കൂർ കർത്താവ് പിതാവിനെ കൈവിടപ്പെട്ടവനായിട്ട് അന്ധകാരം വ്യാപിച്ച ഒരു സമയം എന്നൊക്കെ ലൂക്കോസ് 24 നമ്മൾ വായിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഏകദേശ ടൈമാണ് എബൌട്ട് 6th hour എന്നാണ് അതായത് യോഹന്നാൻ ഇവിടെ എഴുതുന്നത് നമ്മൾ വായിക്കുന്നത്. അപ്പം ആ ഏകദേശം എന്നുള്ളത് കൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ടൈം അല്ല. എന്നാൽ കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ 3 മണി നേരം ആവുന്നേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ പിന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോകും എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അന്നത്തെ യഹൂദന്മാർ ഉപയോഗിച്ച 2 തരത്തിലുള്ള സമയത്തിന്റെ
ചില സൺഡേയില് അതുപോലൊക്കെയുള്ള സമയത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ടായിരിക്കും യോഹന്നാൻ അങ്ങനെ ഏകദേശം 6-ാം മണിന്ന് എഴുതിയിരിക്കുന്നതെന്നൊക്കെ ബൈബിൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പം അതിന്റെ 14-ാമത്തെ വാക്യം, അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ്. അപ്പൊ ആദ്യം ഇതാ നിങ്ങളുടെ ഇതാ മനുഷ്യൻ ഇതാന്ന് പറഞ്ഞു, ബിഹോൾഡ് ദ മാൻ. ഇപ്പം പറയുന്നു ബിഹോൾഡ് യുവർ കിങ്. അവർക്ക് കൂടുതൽ ദേഷ്യം വന്നതാണ്. ആദ്യം മനുഷ്യൻ എന്ന് പറഞ്ഞു, ഇപ്പം രാജാവ് എന്ന് പറയുന്നു. അപ്പൊ ഇന്ന യഥാർത്ഥത്തിലുള്ള രാജാവും കർത്താവാണെന്നുള്ളൊരു കാര്യം അവന്റെ വായിൽ നിന്ന് തന്നെ ദൈവം ആ സാക്ഷ്യം പുറത്തു കൊണ്ടുവന്നു എന്നുള്ള കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവനെ കൊന്നുകളയുക, 15-ാമത്തെ വാക്യം, അവരെ കൊന്നുകളയുക, അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു. എവേ വിധിയും ക്രൂസിഫൈയും എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പിലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസരില്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിച്ചത് മഹാപുരോഹിതന്മാരും ശാസ്ത്രന്മാരും പരീക്ഷന്മാരും അവരാ ഇതിന് നേതൃത്വം നൽകിയത് എന്ന പുരുഷാരവും ഏറ്റുവിളിക്കുന്നതായിട്ട് നമ്മള് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ കർത്താവ് യെരുസലേമിലേക്ക് ഹോശാന ഞായറാഴ്ച യെരുസലേമിലേക്ക് കർത്താവ് കഴുതപ്പുറത്ത് വന്നപ്പോഴത്തേക്കും കർത്താവിനെ ഹൊസന്ന സേവ് അസ് വി പ്രേ, ഹൊസന്ന എന്നുള്ള വാക്കിനർത്ഥം ഞങ്ങളെ രക്ഷിക്കുക എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്തുതിച്ച് പാടുകയൊക്കെ ചെയ്ത് അതേ പുരുഷാരം തന്നെയാണോ ഈ ക്രൂശിക്കാതെ ഏറ്റുവിളിച്ചതെന്ന് നമുക്ക് അത്ര കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നില്ല. ഒരുപക്ഷെ ആ ഞായറാഴ്ച വന്ന യഹൂദന്മാരൊക്കെ കുറെ പേരൊക്കെ ഡിസ്പേഴ്സ്ഡ് ആയി അവര് തിരിച്ചു പോയിട്ടുള്ളവരുണ്ടായിരിക്കും. ഒരുപക്ഷെ അവര് തന്നെ ആയിരിക്കാം. പക്ഷെ അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാല് ചില സമയത്ത് നമ്മളെ പുകഴ്ത്തി പറയുന്ന അതേ പുരുഷാരം തന്നെ നമ്മളെ ക്രൂശിക്കാനോ അല്ലെങ്കിൽ നിന്ദിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസരം വന്നുകൂടുന്നില്ല എന്നുള്ളൊരു പാഠവും കൂടെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. പുരുഷാരെന്ന് പറഞ്ഞാൽ അവര് ചില സമയത്ത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി എല്ലാവരും കൂടെ നമ്മളെ അങ്ങ് പോയിട്ടും കുറച്ച് സമയം എല്ലാവരും കൂടെ നന്മകരമെല്ലാം വീണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ ചവിട്ടിയെടുത്ത് നിലത്ത് കളയും. അപ്പം പുരുഷാരത്തിന്റെ ആ ഒരു ശബ്ദം അതൊരു സ്ഥായിയായ ശബ്ദമല്ല. മറ്റു മനുഷ്യരൊക്കെ നമ്മളെ പുകഴ്ത്തുമ്പം ഈ സ്തുതി പാടുന്ന ആൾക്കാർ തന്നെ നാളെ നമ്മളെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൂടുന്നില്ല എന്നുള്ളൊരു പാഠം നമ്മളത് വചനത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ക്രൂസിഫൈ എന്ന് പറയുന്നത് ആ പുരുഷാരം ആണോ എന്ന് ചോദിച്ചാൽ പുരുഷാരം എന്ന് പറഞ്ഞു. എന്നാൽ നമ്മളുടെ പാപങ്ങൾ കൊണ്ട് കർത്താവ് ക്രൂസിന്മേൽ കയറിയതായിട്ട് നമ്മളിപ്പം 1 പത്രോസ് 2 വായിച്ചപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മളും പാപങ്ങളിലേക്ക് നമ്മൾ വീഴുമ്പം, നമ്മളും പാപത്തിൽ തന്നെ തുടരുമ്പം നമ്മളും കർത്താവിനെ ക്രൂശിക്കുക എന്ന് നമ്മളും കൂടാണ് നിലവിളിച്ച് എന്നുള്ളൊരു കാര്യമാണ്, ഒരു ദുഃഖ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ യഥാർത്ഥത്തില് കർത്താവേ പ്രാണനാഥൻ എന്റെ പേർക്കായി ചാകുന്നു എന്നൊക്കെ നമ്മൾ ആ പാട്ടിൽ പാടുന്നത് പോലെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിലേറി, ഞാനാണ് കർത്താവിനെ ക്രൂശിച്ചത്. റോമൻ പടയാളികള് കർത്താവിനെ അണിയടിച്ചു എന്ന എന്റെ പാപമായിരുന്നു കർത്താവിനെ ക്രൂശിൽ തങ്ങുമാറാക്കി എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. അപ്പം അങ്ങനെ അവനെ അതായത് പിലാത്തോസ് അവനെ 16-ാമത്തെ വാക്യം, അവനെ പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 17-ാമത്തെ വാക്യത്തിൽ കൂടെ വായിച്ചാൽ നിർത്താം. 17-ാമത്തെ വാക്യം, അവർ യേശുവിനെ കൈയേറ്റു. ജീസസ്, അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട്, അതാണ് നമ്മൾ വായിക്കുന്നത്. അതായത് ഹി വെന്റ് ഔട്ട് ബെയറിംഗ് ഹിസ് ഓൺ ക്രോസ്, തന്റെ ക്രൂശ് ചുമന്നുകൊണ്ട്. എന്നാൽ ക്രൂശ് ചുമക്കാൻ വേണ്ടി കർത്താവിന് കഴിയാതെ വന്നപ്പോ വേറൊരാളെ കുറേനക്കാരനായ സിമോനെ ഏൽപ്പിക്കുന്നതൊക്കെ നമ്മൾ ബാക്കി സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ആ പോർഷനിലോട്ടൊക്കെ നമുക്ക് ദിവസം അടുത്ത ആഴ്ചയൊക്കെ നോക്കാം. ഇവിടെ നമ്മൾ കർത്താവ് തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് കർത്താവ് ആ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്ന ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അത്രമാത്രം രക്തമൊക്കെ ഒഴിച്ച് കർത്താവിനെ ക്രൂശെടുക്കാന് ഒരു പറ്റാതെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, സർവശക്തനായ ദൈവത്തിനൊരു ക്രൂശ് പോലും എടുക്കാൻ പറ്റാതെ വണ്ണം കർത്താവിനെ അവശനാക്കി കളയാൻ തക്കവണ്ണം പിതാവ് അനുവദിച്ചു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം സ്വന്തം ക്രൂശ് എടുക്കാൻ പോലും ഉള്ള ഒരു ആരോഗ്യം ഇല്ലാതെ വണ്ണം കർത്താവ് ആയി തീർന്ന സമയത്താണ് വേറൊരാളെ ക്രൂശ് എടുക്കാനായിട്ട് ഏൽപ്പിക്കുന്നതൊക്കെ നമ്മൾ ബാക്കി സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോത്ത എന്ന പേരുള്ള തൈലോഡിഡം എന്ന സ്ഥലത്തേക്ക് പോയി. അപ്പം ഗൊൽഗോത്ത എന്നുള്ള വാക്കാണ് എബ്രായ ഭാഷയിലുള്ള വാക്ക്. അപ്പൊ കാൽവരി എന്നുള്ള വാക്ക് എവിടെയാന്ന് ഞാൻ കുറച്ചാണ് മുമ്പ് നമ്മള് അത് പറഞ്ഞതുപോലെ, കാൽവരി എന്നുള്ള വാക്ക് മലയാളം ബൈബിളിലില്ല, NASBയിലും ഇല്ല. അപ്പൊ നമ്മൾ ഒരു കഴിയുമ്പോ കാൽവരി എവിടുന്ന് വന്നു എന്നാൽ കുഴപ്പമൊന്നുമില്ല. കാൽവരി ലത്തീൻ ഭാഷയിലുള്ള പദമാണ്. നമ്മളത് KJV ബൈബിൾ നോക്കുമ്പോൾ ലൂക്കോസ്
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ 23 25 ആ ഗൊൽഗോഥ എന്നുള്ള ഭാഷ ആ പദം ലത്തീനില് കാൽവരി, നമ്മള് കാൽവരി എന്നുള്ള ആ പദം ലത്തീൻ ഭാഷയിലുള്ള ഒരു പദപ്രയോഗമാണ്. ലത്തീൻ പരിഭാഷയൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ KJV ആ കാൽവരി എന്നുള്ള വാക്ക് അങ്ങനെ നമ്മുടെ പാട്ടുകളിലൊക്കെ കാൽവരി എന്നും കൽവാരി എന്നൊക്കെയാണ് നമ്മൾ തമിഴ് സൗരമ്മനൊക്കെ പറയുന്നത്. അപ്പൊ അത് ഗൊൽഗോഥ എന്നുള്ള വാക്ക് തന്നെ കാൽവരി എന്നുള്ള വാക്ക്, തലയോടിടം, പ്ലേസ് ഓഫ് സ്കൽ, തലയോടിടം എന്നുള്ള എബ്രായ ഭാഷയിലുള്ള പദം അത് യെരുസലേമിന്റെ മതിലുകൾക്ക് തൊട്ട് പുറത്തുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ആ യെരുസലേമിന് പുറത്തേക്ക് കർത്താവ് എബ്രായർ 13:13 നിന്ന ചുമന്നുകൊണ്ട് കർത്താവ് പാളയത്തിന് പുറത്തേക്ക് പോയതായിട്ട് നമ്മൾ എബ്രായർ 13:13 വായിക്കുന്നുണ്ട്. അപ്പൊ യെരുസലേമിന്റെ പുറത്തേക്ക് ഈ കാൽവരി കുന്നിലേക്ക് അല്ലെങ്കിൽ ഈ ഗൊൽഗോഥ കുന്നിലേക്ക് കർത്താവ് ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 18-ാമത്തെ വാക്യത്തിലും അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തിനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കർത്താവിനെ നടുവിലായിട്ട് ക്രൂശിച്ചതായിട്ടൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം നമ്മള് അത് കർത്താവ് ഇത്രയെല്ലാം സഹിച്ച് ആ ക്രൂശിലേക്ക് പോയത് എനിക്ക് വേണ്ടിയാണെന്നുള്ളൊരു കാര്യം കർത്താവ് ചാട്ടവാറടി കൊണ്ടതും മുൾമുടിയും ആ ഒരു ചെങ്കോല് പോലെ ഒരു കോലൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുകയും അവരെ അപഹസിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം കർത്താവ് എനിക്ക് വേണ്ടിയാ സഹിച്ചെന്നുള്ളൊരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ അത് ആഴത്തിലുള്ള ഒരു മനസാന്തരവും കർത്താവിനോടുള്ള ഒരു അധികമായിട്ടുള്ള ഒരു സ്നേഹത്തിലേക്ക് വരുവാൻ എനിക്ക് വേണ്ടി എന്റെ പ്രാണനാഥൻ ഇത്രയെല്ലാം സഹിച്ചു. അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് അതുകൊണ്ട് ഞാൻ കർത്താവെല്ലാം സഹിച്ചു, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് അങ്ങ് കർത്താവിന്റെ കൂടെ അങ്ങ് സ്വർഗത്തിൽ കാണും എന്നുള്ളൊരു ലാഘവത്തോടല്ല, എന്നാൽ മറിച്ച് എന്റെ ജീവിതം കൊണ്ട് കർത്താവിന്റെ കർത്താവ് സഹിച്ചതിന്റെ ഒരു പൂർണ്ണ പ്രതിഫലമായിട്ട് എന്റെ ജീവിതം ആയി തീരണമെങ്കിൽ യേശു പിതാവിനെ തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ ദൈവത്തിന്റെ തിരുവെടുത്തെല്ലാം കർത്താവിന് നിവൃത്തി ആയതുപോലെ നമ്മുടെ ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളും നമ്മുടെ ജീവിതത്തിലെ കർത്താവിന് ഇഷ്ടമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അത് പാപം എന്ന് പറയുമ്പോൾ ലോകപ്രകാരമുള്ള വലിയ വലിയ പാപങ്ങളൊന്നും ആയിരിക്കത്തില്ലെന്ന് നമ്മളുടെ മനോഭാവങ്ങളിലും ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ കർത്താവിന്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ കടന്നു വരുമാകുന്ന ആ ഒരു പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ അവിടെ കർത്താവ് എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു. എനിക്ക് വേണ്ടി കർത്താവ് ആ ചാട്ടവറടിയും മുൾക്കിരീടവും ഒക്കെ സഹിച്ചത് എനിക്ക് വേണ്ടിയാണ്. പിതാവിനെ കൈവിടപ്പെട്ടവനായിട്ട് ദൈവക്രോധാഗ്നിയൊക്കെ സഹിച്ചത് എന്നുള്ളൊരു കാര്യം നമ്മളെ കർത്താവിനുള്ള ഒരു സ്നേഹത്തിലേക്ക് നടത്തുവാനും ആ കർത്താവിനുള്ള സ്നേഹത്തില് കർത്താവിനെ അനുസരിപ്പാനും പാപത്തിലേക്ക് സ്വന്തം ഇഷ്ടത്തിലേക്ക് പോകാതെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒരു ജീവനുള്ള യാഗമായിട്ട് അധികമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ജീവിപ്പാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മള് പല കാര്യങ്ങൾ കണ്ടു. ആ പിലാത്തോസ് പലതവണ കർത്താവിനെ കുറ്റവിമുക്തനാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കണ്ടു. എന്നാലും അവസാനം പുരുഷാരത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതും പിന്നെ ഒരു 7 സാക്ഷികളെ കുറിച്ച് യൂദാസ് ഇസ്കരിയോത്ത്, പിലാത്തോസ്, ഹെരോദാവ്, പിലാത്തോസിന്റെ ഭാര്യ, മരിക്കുന്ന കള്ളൻ, പിന്നെന്താ റോമൻ ശതാധിപൻ, റോമൻ ഗാർഡുകൾ, അങ്ങനെ പലരും ഒക്കെ കർത്താവിന്റെ ആ ഒരു നിഷ്കളങ്കതയെ സാക്ഷ്യം പറഞ്ഞ പ്രതീക്ഷിക്കാമായിരുന്ന ശിഷ്യന്മാര് അതിന്റെ മേധാവിയായിരുന്ന പത്രോസിനെ തള്ളി പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കാത്ത പല സ്വരങ്ങളും കർത്താവിന് അനുകൂലമായിട്ട് വന്നു. എങ്കിലും പിതാവിന് മുൻനിർണയപ്രകാരം കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണെന്ന് കണ്ട് കർത്താവ് യഥാർത്ഥ ഒരു മനുഷ്യനായിട്ട് കർത്താവ് ജീവിച്ച ആ ഒരു സാക്ഷ്യം പിലാത്തോസ് തന്നെ പറയുന്നതും ആ കർത്താവിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുവാനായിട്ട് പരിശുദ്ധാത്മാ നമ്മളെ അധികമായിട്ട് കർത്താവിനെ കാണുവാനും കർത്താവിനെ പിൻപറ്റുവാനും കർത്താവിനെ സ്നേഹിപ്പാനും പരിശുദ്ധാത്മാവെ അധികമായിട്ട് സഹായിക്കട്ടെ. വീണ്ടും നമ്മളെ തട്ടി ഉണർത്തി അതിന്റെ 3-ാമത്തെ സ്റ്റാൻസിൽ 121-ാമത്തെ പാട്ട് ഇതിനുള്ളിൽ നിന്നും വസിച്ചിടുവാനും സ്വർഗത്തിൽ നിന്ന് വന്ന ആ തങ്കപ്രവാഹന പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നും അധിവസിക്കണം. ഞാന് കർത്താവെ തള്ളി അന്യർക്ക് സങ്കേതം കൊടുത്തതിനെ ഓർത്ത് സങ്കടപ്പെടുന്നു. ഇതിനെ തട്ടി ഉണർത്തണമേ. 3-ാമത്തെ സ്റ്റാൻസിൽ കർത്തനെ എത്ര അനുഗ്രഹങ്ങളായോ നഷ്ടമാക്കി. യേശുവിനെ പോലെ ജീവിപ്പാൻ, യേശുവിനെ പോലെ പ്രതികരിക്കുവാന്, യേശുവിനെ പോലെ പാപത്തെ ജയിക്കുവാനൊക്കെയുള്ള എത്ര കർത്താവ് സാധ്യതകൾ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നഷ്ടമാക്കി. ഇന്നും കഷ്ടതയില് പാപത്തിൽ വലയുന്നു. ഞാനിതാ തട്ടി ഉണർത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന ജീവിതം ഒന്നും ശരിയായിട്ടില്ല. കർത്താവ് ആകേണ്ടുമെന്ന് ഞാൻ ആയിട്ടില്ല. യേശു കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന വണ്ണം കർത്താവ് ഞാൻ ആയി തീർന്നിട്ടില്ലല്ലോ. എന്നെ തട്ടി ഉണർത്തണമേ എന്നുള്ള ഒരു വലിയ ദാഹത്തോടെ ഒരു മാനസാന്തരത്തിന് ഒരു പാട്ടായിട്ട് നമ്മെ തന്നെ
കർത്താവിന്റെ ആ ക്രൂശിന് മുമ്പാകെ ആ ക്രൂശിൽ തന്നെ ഞാനായിരിക്കാതെ നമ്മൾ സൗകര്യങ്ങളെല്ലാം കേട്ടതുപോലെ കർത്താവിന്റെ ആ സ്നേഹം ആ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ആ ക്രൂശില് ഞാന് ക്രൂശിക്കപ്പെട്ട് മരിക്കാതെ, എന്റെ സ്വയത്തിന് മരിക്കാതെ, എന്റെ സ്വന്തം വഴികളിൽ നടക്കാതെ കർത്താവിന്റെ വഴികൾ നടക്കാനായിട്ട്, കർത്താവിന്റെ കാര്യം നോക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ആ ക്രൂശിന്റെ യാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാതെ യേശുവിനെ എന്നിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ക്രൂശിന്റെ കഷ്ടപ്പാടുകളൊക്കെ ഓർത്ത് നമുക്കൊരു മാനുഷികമായിട്ടുള്ള ഒരു സഹതാപം ഒരു സ്വാഭാവിക മനുഷ്യനുണ്ടാകുന്നത് പോലെ ഒരു മാനുഷിക സഹതാപം, അതിൽ തന്നെ വലിയ കാര്യങ്ങളൊന്നും, വലിയ അച്ചീവ്മെന്റ് ഒന്നുമില്ല. എന്നാൽ അത് നമ്മെ കർത്താവ് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞ് ഞാൻ എന്റെ ആ സ്വന്തം ഇഷ്ടം, എന്റെ ജഡത്തെ, എന്റെ സ്വയജീവനെ കർത്താവിന് മുമ്പാകെ യാഗമായിട്ട് സമർപ്പിച്ച്, കർത്താവെ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഒന്നും ജീവിക്കേണ്ട, എന്റെ ഇഷ്ടം പോലെ എനിക്ക് ചിന്തിക്കേണ്ട, പ്ലാൻ ചെയ്യേണ്ട, എന്റെ ഇഷ്ടം പോലെ എനിക്ക് സംസാരിക്കേണ്ട, എന്റെ ഇഷ്ടം പോലെ എനിക്കൊന്നും പ്രവർത്തിക്കേണ്ട, എന്റെ മനോഭാവങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ മാത്രം മതി. അവിടുന്ന് എന്നെ ജീവിക്കണമേ. അവിടത്തേക്കായിട്ട് അവിടുന്ന് ക്രൂശില് യാഗമായി തീർന്നത് പോലെ ഞാൻ തന്നെ കർത്താവ്, ഞാനും അവിടുത്തോടു കൂടി ക്രൂശിക്കപ്പെടുന്നു, അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന ആ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരുന്നില്ലെങ്കിൽ നമ്മള് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളിൽ ഒരു വൈകാരിക അനുഭൂതി എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമ്മളുടെ ആ ഇച്ഛയില്, നമ്മളുടെ ആ തീരുമാനം എടുക്കാനുള്ള ആ കഴിവിൽ നമ്മൾ മുമ്പാകെ നമ്മുടെ തന്നെ താഴ്ത്തി ക്രൂശിക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ പുനരുദ്ധാനത്തിന്റെ ശക്തി, അവിടെയാണ് വലിയൊരു അധികാരവും മാന്യതയും ആ ഒരു രാജകീയ പ്രൗഢിയോടെ കർത്താവ് പിലാത്തോസിന് മുമ്പാകെ ഒരു ജയാളിയായിട്ട് നിന്നതുപോലെ, പിലാത്തോസ് വലിയ ഫാൻസി ഡ്രസ് ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ധരിച്ച് പിലാത്തോസ് വലിയ ഗവർണറെ പോലെ അധികാരം ചമഞ്ഞിരുന്നപ്പോൾ ഇന്ന് യഥാർത്ഥത്തിലുള്ള അധികാരത്തോടെ നിനക്ക് മുകളിൽ നിന്നിട്ടുള്ള അധികാരമേ ഉള്ളൂ എന്ന് ഇത്ര മാന്യതയോടെ, ഡിഗ്നിറ്റിയോടെ പറഞ്ഞ ആ ഒരു രാജാവായ യേശുവിനെ പോലെ ആ അധികാരങ്ങൾക്ക് മുമ്പാകെ നെഞ്ച് നിവർത്തി നിൽക്കുവാൻ, നെഞ്ച് വിരിച്ച് നിൽക്കുവാൻ തക്കവണ്ണം ആ ഒരു ധൈര്യത്തോടെ, കർത്താവിനായിട്ടുള്ള ഒരു അധികാരത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ കർത്താവിനോട് കൂടി നമുക്ക് ക്രൂശിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകാം. കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മളിലെ ഫ്രഷ് ആയിട്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നമ്മളെ അധികമായിട്ട് തട്ടി ഉണർത്തി കർത്താവിനായിട്ടുള്ള ഒരു ആഴത്തുള്ള ഒരു സമർപ്പണത്തിലേക്ക്, ശൂന്യവും പാഴുവായിട്ടുള്ള ഈ മന്ദിരത്തിൽ വന്ന് പ്രാർത്ഥി ശുദ്ധി ചെയ്യണമേ, നിന്നെ അകറ്റണമേ എന്നൊക്കെ നമ്മൾ 4 സ്റ്റാൻസിൽ പാടുന്ന ഇപ്പം ഒരു വരികൾ അർത്ഥമാക്കിക്കൊണ്ട് കർത്താവിനെ നോക്കി നമുക്ക് പാടാം. സ്വർഗ മണ്ഡലം വീട്ടിറങ്ങി ആ കർത്താവ് ഇന്ന് നമ്മളുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ കർത്താവിന്റെ ആ ജീവന്റെ മാർഗത്തിലൂടെ, ഇടുക്കുഞ്ഞിരിക്കുള്ള ആ മാർഗത്തിലൂടെ കർത്താവ് പോയ ക്രൂശിന്റെ വഴിയിലൂടെ നമ്മൾ പോകുന്നു. അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്റെ പ്രകാരം നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പ്രഘോഷിച്ച്, വലിയ കാര്യങ്ങളൊക്കെ പാടി, നമ്മള് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളുടെ സ്വയം തന്നെ രാജാവായിട്ട് വാഴുന്ന ഒരു പഴയ ജീവിതത്തിലേക്ക് നമ്മൾ പോകുമോ എന്നുള്ളൊരു കാര്യമാണ് കർത്താവ് നമ്മളെ കുറിച്ച് നമ്മളിലേക്ക് കർത്താവ് നോക്കുന്നത്. എന്റെ മകനെ, എന്റെ മകള്, അവനെ ഈ ക്രൂശിന്റെ മാർഗത്തിലേക്ക്, ഞാൻ ക്രൂശിക്കപ്പെട്ടതുപോലെ സ്വന്തം ഇഷ്ടത്തിന് ക്രൂശിക്കപ്പെടാനായിട്ട് എന്റെ മകളെ, എന്റെ മകനെ തന്നെ ഏൽപ്പിച്ചു നൽകുമോ? ആ ഹൃദയ സിംഹാസനത്തില് ഇനിയും താൻ തന്നെ വാഴ്ന്നുകൊണ്ടിരിക്കുവോ, അതോ പിന്നെ വാഴിക്കുവാനായിട്ട് ആ സ്വയത്തെ അവിടെ നിന്ന് നിഷ്കാസിതമാക്കുമോ എന്നുള്ളൊരു കാര്യം ഉറ്റു നോക്കുന്ന ആ കർത്താവിന്റെ അന്യമയമായ കണ്ണുകള്, സ്നേഹം നിറഞ്ഞ കണ്ണുകള്, മനസ്സിലിവ് നിറഞ്ഞ കണ്ണുകള്, ആ സ്നേഹത്തിന്റെ കാർപ്പിച്ചുള്ള കണ്ണുകൾ നോക്കുക. ആ കണ്ണുകളുടെ മുമ്പാകെ നമുക്ക് കർത്താവി, ഇനി എനിക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവി, എന്റെ വഴിയിൽ നടക്കുവാനും കർത്താവ് എന്റെ കാര്യം നോക്കുവാനും അല്ല, മറിച്ച് കർത്താവെ അവിടുത്തെ വഴി നടക്കാനായിട്ട്, അവിടുത്തെ കാര്യം നോക്കുവാനായിട്ട്, അങ്ങനെ കർത്താവെ അവിടുത്തെ ആലയം, നമ്മുടെ ശരീരമാകുന്ന ആലയം, സഭയാകുന്ന ആലയത്തില് കർത്താവ് നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ
അങ്ങനെ കർത്താവിന്റെ ജനത്തിന്റെ മധ്യത്തിലേക്കൊരു ഫ്രീ ആക്സസ് ആഗമനം ലഭിക്കുവാൻ കർത്താവിന്റെ ഹിതത്തിനായിട്ട് നമ്മളൊക്കെ ഏൽപ്പിക്കാം. അവിടുന്ന് ഏറ്റവും അന്യായമായിട്ടുള്ള ആ ക്രൂശ് വിസ്താരത്തിലും പിതാവിനോട് പോലും ഒരു പരാതിയോ വെറുപ്പോ പറയാതെ കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു പരാതിയോ വെറുപ്പോ ഒരു അസ്വസ്ഥതയോ ഒരു നീരസോ ഒന്നും ഇല്ലാതെ കർത്താവ് മരിച്ചവനെ പോലെ എന്ന പുനരുദ്ധാന ജീവന്റെ നിറവില് കർത്താവ് അവിടെ നിന്ന് തന്നെ റോമൻ പടയാളികളെ ചാട്ടവാറിട്ട് അടിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ജയ ജയ ഹെയിൽ ജീസ് ഹെയിൽ കിങ് എന്നൊക്കെ പറഞ്ഞ് രാജാവ് വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുമ്പോഴും അവര് ഓരോ വസ്ത്രം മാറ്റി വേറെ വസ്ത്രം ധരിപ്പിക്കുമ്പോഴും ഹെരോദാവ് പരിഹസിക്കുമ്പോഴും അതുപോലെ നിസ്സാരനാക്കുമ്പോഴും ഒക്കെ അവിടെയൊക്കെ കർത്താവ് മനുഷ്യനെ പോലെ നിന്നു. കർത്താവിന്റെ ജഡത്തിൽ നിന്ന് കർത്താവിന് നമ്മെപ്പോലെ ഒരു ജഡം ഉണ്ടായിരുന്നു. എന്നാൽ ആശ്രയത്തിൽ നിന്ന് കർത്താവിന് ഒരു പ്രതികരണം ഇല്ലായിരുന്നു. മറിച്ച് കർത്താവ് സമ്പൂർണ്ണമായിട്ട് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് സ്വന്തം ഇഷ്ടത്തെ മരിപ്പിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് അളവില്ലാതെ യേശുവിന്റെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞ് യേശുവിന്റെ ജീവന്റെ സൗരഭ്യവാസന അവിടെ എല്ലാം പരന്നു. കർത്താവ് അടികൊള്ളവും കർത്താവ് നിസ്സാരവൽക്കരിക്കപ്പെട്ട ആ സാഹചര്യവും കർത്താവ് നിന്ദിക്കപ്പെടുന്ന ആ സാഹചര്യവും എല്ലാം കണ്ടിട്ടും ആ ജീവന്റെ സൗരഭ്യം മണത്ത പിലാത്തോസ് ഇതാണ് മനുഷ്യൻ, ബിഹോൾഡ് ദ മാൻ, ബിഹോൾഡ് ദ കിങ്, ഇതാണ് രാജാവ്, ഇതാണ് മനുഷ്യനെന്ന് സാക്ഷിക്കുവാൻ അവന് കഴിയും. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളോ പ്രതിസന്ധികളോ രോഗങ്ങളോ ദുരിതങ്ങളോ നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന നമ്മളുടെ സ്വതവേ പ്രയാസം ഉണ്ടാകുന്ന പല കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മളുടെ ചുറ്റും സംഭവിക്കുമ്പോഴും അവിടെയും നമ്മുടെ അധികാരികളെ പഴിയാരാതെ പലരെ കുറിച്ച് ദൂഷിക്കാതെ നിന്ദിക്കാതെ പല ശാപവാക്കുകളും നിന്ദാവാക്കുകളും ഒക്കെ നമ്മളുടെ ജഡത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ പോലും ഉയരാതെ അവിടെ നമ്മള് മരിച്ചതിനായിട്ട് കർത്താവ് ദൈവം അറിയാതെ, എന്റെ പിതാവ് അറിയാതെ അനുവദിക്കാതെ എന്റെ തലയിൽ ഒരു തലമുടി പോലും പൊടിയത്തില്ല, അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ ഒരാൾക്കും എന്നെ കുറിച്ച് അങ്ങനെ പറയാനൊക്കത്തില്ല, അല്ലെങ്കിൽ എനിക്കെതിരായിട്ട് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം എന്റെ പിതാവ് അനുവദിക്കാതെ ഒരിക്കലും സംഭവിക്കാൻ ഒക്കുകയില്ല. പിതാവ് കൊടുത്തിട്ടുള്ള അധികാരമേ ഉള്ളൂ. പിതാവ് അധികാരം കൊടുക്കാതെ വേറെ ആർക്കും എന്റെ മേലെ യാതൊരു അധികാരവും ഇല്ലെന്ന് യേശുവിനെ പോലെ ആ നല്ല സ്വീകാര്യം സാക്ഷിക്കുവാൻ തക്കവണ്ണം പിലാത്തോസിന് മുമ്പാകെ നല്ല സ്വീകാര്യം പറഞ്ഞ കർത്താവിനെ പോലെ എന്റെ ലോകം എന്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല, എന്റെ രാജ്യം ഐഹികമല്ല, ഈ റലത്തിലുള്ളതല്ല, ഈ ലോകത്തിൻ്റെതല്ല എന്റെ രാജ്യം എന്ന് പറഞ്ഞ യേശുവിനെ പോലെ ആ നല്ല സ്വീകാര്യം അത് എല്ലായിടത്തും സാക്ഷിക്കുവാൻ തക്കവണ്ണം യേശുവിന്റെ ജീവൻ നമ്മളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി ഉണർത്തട്ടെ. നമ്മളെ യേശുവിനെ പോലെ ജീവിപ്പാൻ, യേശുവിനെ പോലെ നടപ്പാൻ. യേശു ഭൂമിയിലായിരുന്നത് പോലെ യോഹന്നാൻ 4:17 പരിശുദ്ധാത്മാവിനെ എഴുതി വെച്ചിട്ടുള്ളത് പോലെ യേശു എങ്ങനെയാണോ ഈ ലോകത്ത് ഉണ്ടായിരുന്നത് അതുപോലെയാണ് നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ കർത്താവിന് സാക്ഷികളാകുവാന് കർത്താവ് എന്നെ ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ യേശുവിനെ ജീവിക്കട്ടെ, യേശു അധികമായിട്ട് ജീവിക്കട്ടെ. ഇനി ഞാനിനി ജീവിക്കണ്ട, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ ജീവിക്കട്ടെ എന്ന് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും യേശു അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് അവിടുത്തെ വചനപ്രകാരം അവിടുത്തെ തിരുവഴി നിവർത്തിയാകുവാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചു തരുന്നു നമുക്ക് പറയാം. ദൈവത്തിന് വലിയ 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 നിറവ് നമ്മൾ അനുഭവിക്കാനിടയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ സ്നേഹം. പിതാവേ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവെ ഞങ്ങൾ അവിടത്തേക്കായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ മനോഭാവങ്ങളെ, ഞങ്ങളുടെ ലക്ഷ്യങ്ങളെ, ഞങ്ങളുടെ വാക്കുകളെ, പ്രവൃത്തികളെ, ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ ഭൂതകാലത്തിലുള്ള കാര്യങ്ങളെ, ഇപ്പോഴുള്ള വർത്തമാനകാലം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വസ്തുതകളെല്ലാം എല്ലാം യാഗമായിട്ട് സമർപ്പിക്കുന്നു. അവിടുന്ന് ക്രൂശിലേറ്റതുപോലെ കർത്താവ് ക്രൂശിലാക്കപ്പെട്ടതുപോലെ ക്രൂശേറിയതുപോലെ കർത്താവ് ഞങ്ങളും അവിടുത്തോടൊപ്പം ക്രൂശിക്കപ്പെടട്ടെ. കർത്താവ് പുനരുദ്ധാനത്തിന് വലിയ ജീവൻ, വലിയ സമൃദ്ധിയായ ജീവൻ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ക്രൂശിക്കപ്പെട്ടതിന്റെ പ്രതിഫലം ഞങ്ങൾ ഇന്ന് പുനരുദ്ധാന ജീവനെ നിറവിൽ ജീവിക്കുന്നതാണ് കർത്താവ്. ഞങ്ങള് കർത്താവ് യെരൂശലേം പുത്രന്മാരെ പോലെ വെറുതെ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്തും വിലപിക്കുമെന്ന് കർത്താവ് പറഞ്ഞുവല്ലോ. അതുപോലെ ഞങ്ങളുടെ കർത്താവെ അവസ്ഥകളെ കൊണ്ട് ഓർത്ത് കർത്താവെ ഞങ്ങളെ അനുഗമിക്കുവാനും കർത്താവെ അങ്ങനെ അവിടുത്തെ ജീവന്റെ സമൃദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സാക്ഷികളായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദി കർത്താവെ. ഞങ്ങളെ കർത്താവെ യേശുവിനെ കർത്താവെ നല്ല സാക്ഷ്യം പറയാൻ പ്രതീക്ഷിച്ച അനേകരില്ലായിരുന്നെങ്കിലും കർത്താവെ അങ്ങ്
അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതീക്ഷിക്കാത്ത പലരെയും ഉയർത്തിയതുപോലെ ഞങ്ങൾ കർത്താവെ മറ്റേ മനുഷ്യരല്ല ഞങ്ങളുടെ പ്രതീക്ഷ. കർത്താവെ അവിടുന്നാണ് ഞങ്ങളെ നീതീകരിക്കുന്നവൻ, അവിടുന്നാണ് കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നവൻ. കർത്താവെ ബാക്കി കർത്താവ് കെട്ടപ്പെട്ടവനായിട്ട് പിലാത്തോസിന്റെ അടുത്ത് ഹെരോദാവിന്റെ അടുത്തേക്കും ഹെരോദാവിന്റെ പിലാത്തോസിന്റെ അടുത്തേക്കും പോകുമ്പോഴൊന്നും മനുഷ്യന്റെ നല്ല ഒരു പ്രതീക്ഷ വെക്കാതെ കർത്താവ് പിതാവിലെ എല്ലാം ഭരമേൽപ്പിച്ച് നടന്ന ആ കർത്താവിന്റെ മാന്യതയോടെ നടപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് വരുന്നുള്ള ഒരു കുറച്ച് വിശ്വാസത്തോടെ എപ്പോഴും അവർക്ക് തന്നെ നോക്കുവാൻ, വിശ്വാസനായും പുറത്തുവരുത്തതിനുമായ യേശുവിനെ തന്നെ നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. മനുഷ്യനെ ആശ്രയിക്കാതെ എപ്പോഴും കർത്താവെ ഞങ്ങളിലോ മറ്റു മനുഷ്യരിലോ ഒന്നും ആശ്രയിക്കാതെ അങ്ങ് മാത്രം ആശ്രയിക്കാൻ ശീലിപ്പിക്കണമേ, പഠിപ്പിക്കണമേ. അതെ കർത്താവെ, നമ്മൾ എല്ലാത്തിലും മുൻമാതൃകയായിട്ട് ഞങ്ങൾക്ക് മുമ്പേ ഓടിയിരിക്കുന്നവർ ഞങ്ങളെ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ. അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവെ. അവിടുത്തെ വചനം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ആത്മമനുഷ്യന്റെ ഭാഗമായിട്ട് തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാം കർത്താവിന്റെ വിലയേറിയ മതിലുള്ള നാമത്തിൽ